പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സന്ധ്യാവേളയ്ക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗം തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ആരാധനകളും തുടർന്ന് കർത്താവിന്റെ ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇതിലൊക്കെ അവസരം ഒരുക്കിയ അബീനാന്റിയോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം കർത്താവ് ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടെ ദൈവപാദപീഠത്തിലായിരിക്കും. വാസ്തവമായി കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ ഇടയായി തീരും. എപ്പോഴും പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുമായി തന്നെയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാകയാൽ ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം വെളിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. ഒരു മാനുഷ്യമായ ഇടപെടൽ വേണ്ട, ഒരു ദൈവികമായ ഇടപെടൽ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് രാത്രികാലം ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമയം മുന്നിലോട്ടുണ്ട് എങ്കിലും ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥനയോട് അപ്പന്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവ് അതിനായി നമ്മെ ഒരുക്കട്ടെ. ഇന്ന് രാത്രികാലം അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമായി ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രികാലം നാം വായിച്ച വേദഭാഗം എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഇന്ന് രാത്രികാലം ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത് ദാനിയേലിന്റെ പുസ്തകം ഏതൊരു വ്യക്തിക്കും നല്ല പരിചിതമായ ഒരു പുസ്തകമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കാനുള്ളതായ ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണം ഉള്ള ഒരു പുസ്തകമാണ് ഈ ദാനിയേലിന്റെ പുസ്തകം. ദാനിയേൽ എന്ന പേരിനർത്ഥം ദൈവം എന്റെ ന്യായാധിപതിയാകുന്നു എന്നാണ് ദാനിയേൽ എന്ന വാക്കിന് അർത്ഥം. എന്നാൽ ഇന്ന് രാത്രി നാം വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 6-ാം അധ്യായത്തിനകത്ത് ദാനിയേലിന് നേരിടുന്ന, ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് വരുന്ന ഒരു പ്രതികൂലമായ സാഹചര്യത്തെയാണ് കാണുവാൻ കഴിയുന്നത്. 6-ാം അധ്യായം ദാനിയേൽ, നമുക്കറിയാം ദാനിയേൽ എന്നുള്ള ഒരു വ്യക്തി 1-ാം അധ്യായത്തിൽ കാണുവാൻ യഹോയാക്കീമിന്റെ കാലഘട്ടത്തിനകത്ത് ബാബേലിലേക്ക് നെബൂഖദ്നേസർ രാജാവ് അടിമയാക്കി കൊണ്ടുവന്ന ഒരു യഹൂദ വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ രാജകീയ വംശത്തിൽപ്പെട്ട കുലീനനായ സമർത്ഥനായ അറിവിൽ നിപുണനായിരുന്ന സകല ജ്ഞാനത്തിലും അറിവിലും ഏറ്റവും ശ്രേഷ്ഠരായ യാതൊരു അംഗഭംഗമില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ദാനിയേൽ. ദാനിയേൽ അതുമാത്രം കൊണ്ട് ഒതുങ്ങിയ ഒരു വ്യക്തിയല്ല. സകല സ്വപ്നങ്ങളും ദർശനങ്ങളെയും വ്യാഖ്യാനിക്കുവാൻ വിവേകിയായിരുന്ന ഒരു വ്യക്തിയാണ് ദാനിയേൽ എന്നുള്ള വ്യക്തി. ദാനിയേൽ താൻ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ താനായിരുന്ന സാഹചര്യത്തിനകത്ത് നിന്ന് പുറത്തു വന്ന് ഈ ബാബേലിന്റെ പ്രവാസത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഏറ്റവും മിടുക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് വന്നുപോയ വ്യക്തികളാണ് നമുക്കറിയാം. ശദ്രക്, മേശക് എന്ന് അബേദ്നെഗോ, ഒപ്പം ദാനിയേൽ എന്നുള്ള വ്യക്തിത്വം. ഈ ദാനിയേൽ തന്നെ അല്ലെങ്കിൽ താൻ അതിനകത്ത് സമർത്ഥനായി തീരത്തക്കവണ്ണം ഒരു പരീക്ഷണത്തിനായി അയക്കുന്ന സമയത്ത് അതിനകത്ത് തനിക്ക് നിന്നിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ഇവ കൊണ്ടൊന്നും രാജാവിന്റെ ഭോജനം കൊണ്ടോ രാജാവ് നൽകുന്ന ഒരു കാര്യം കൊണ്ടോ തന്നെ അശുദ്ധനാക്കാൻ താൻ ആഗ്രഹിക്കാതെ ഹൃദയത്തിനകത്ത് ഉചിതമായ തീരുമാനം, നിശ്ചയദാർഢ്യം, താൻ എടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിന്ന ഒരു വ്യക്തിത്വമാണ് ദാനിയേൽ എന്നുള്ളത്. തന്റെ അകത്തെടുത്ത തീരുമാനം ഒരു വ്യക്തിക്ക് പോലും മാറ്റുവാൻ കഴിയാതെ തന്റെ തീരുമാനത്തിൽ അടിയുറച്ച വ്യക്തി. എന്തു തന്നെ വന്നാലും എന്തു തന്നെ ജീവിതത്തിനകത്ത് നേരിട്ടാലും താൻ എടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ട വ്യക്തി. 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം 16-9 വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക്
അശുദ്ധി വരുത്തുവാൻ ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അവിടെ താൻ ഒരു അപേക്ഷയോടൊപ്പം തന്റെ തീരുമാനത്തെ അറിയിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. തന്റെ തീരുമാനത്തെ ഉറപ്പിച്ചു പറയുകയാണ് അപേക്ഷയോടൊപ്പം, എന്നെ അശുദ്ധനാക്കരുത്. ഇതിനാൽ തന്നെ താൻ അശുദ്ധനാക്കാതെ ഒരു തീരുമാനം എടുത്ത, അല്ലെങ്കിൽ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ട ദാനിയേൽ, ആ ദാനിയേലിന്റെ തീരുമാനം അണിവിട ചലിക്കാതെ അതിനകത്ത് താൻ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. ഇത് രാത്രികാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നാം എടുക്കുന്ന ദൈവസന്നിധിയിൽ എടുക്കുന്ന നമ്മുടെ ഉറപ്പ് തീരുമാനങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ മാറുവാനുള്ളതല്ല. കാലങ്ങൾ മാറും, കാലം മാറുന്നതിനനുസരിച്ച് മാറിപ്പോകാനുള്ളതല്ല നമ്മുടെ തീരുമാനങ്ങൾ. നാം ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഉടമ്പടികൾ, നാം ചെയ്യുന്ന തീരുമാനങ്ങൾ അന്ത്യം വരെ പാലിക്കേണ്ടതാണ്. ഇവിടെ ദാനിയേൽ എടുത്ത തീരുമാനം, അവിടെ നിന്ന് ആ തീരുമാനത്തിൽ നിന്നും മാറ്റുവാൻ ആർക്കും കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നാം എടുക്കുന്ന തീരുമാനത്തെ, എത്ര മരണം തന്നെ മുന്നിൽ വന്നാല്, ഏത് പ്രതിസന്ധിക്കകത്ത് നിന്നാലും അതിനകത്ത് നിന്നും മാറാതെ അതിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ, ഞാൻ പറയുന്നു, സാഹചര്യങ്ങൾ ഒരു അനുകൂലമായി എനിക്കും നിങ്ങൾക്കും തീരുവാനിടയായി തീരും. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ സാഹചര്യം എത്ര കലുഷിതമായി തീർന്നാലും അതിനകത്ത് എന്നെയും നിങ്ങളെ വിടിവിപ്പാൻ സർവശക്തനായ ദൈവം പ്രാപ്തനാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പറയണം, കർത്താവേ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ അന്ത്യം വരെ നിലനിൽക്കുവാൻ എനിക്ക് കൃപ തരണം. പലപ്പോഴും നാം എടുക്കുന്ന തീരുമാനത്തിനകത്ത് നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാറില്ല. നാം എടുക്കുന്ന കാര്യങ്ങളിലൊക്കെയോ നിലനിൽക്കുവാൻ കഴിയാതെ പലപ്പോഴും അത് വിട്ട് മാറിപ്പോകുന്നതിന് ഞാൻ ഉൾപ്പെടെ പറയുകയാണ് ഇന്ന് രാത്രി. ഞാൻ മാത്രം പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, അണിവിട ചലിക്കാതെ അതിനകത്ത് തന്നെ നിലനിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, ആ സാഹചര്യത്തിനകത്ത് നമ്മെ നിർത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അവിടെ ഷണ്ഡാധിപനോട് അപേക്ഷിച്ച അപേക്ഷകളൊക്കെ നമുക്ക് കാണാം. ഈ 1-ാം അധ്യായത്തിൽ തന്നെ തന്നെത്താൻ അശുദ്ധനാക്കാതെ, പാപത്തിന് തന്നെ ഏൽപ്പിക്കാതെ, തന്റെ ആത്മീയ അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ നശിപ്പിക്കാതെ, അല്ലെങ്കിൽ പുറത്തുള്ള മനുഷ്യനെ നശിപ്പിക്കാതെ, അവൻ നന്നായി അതിനകത്ത് ഹല്ലേലൂയ അശുദ്ധമാക്കാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിക്കുവാൻ തക്കവണ്ണം തന്റെ അകത്ത് ആ തീരുമാനമെടുത്തു. പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുവാൻ, പാപത്തിലേക്ക് നയിക്കുവാൻ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരും. അതിനകത്ത് യോജിച്ചു പോകുന്ന ദൈവമക്കളല്ല നാം. യോജിച്ച് നിൽക്കുവാനുള്ളവരല്ല. അതിനെ സ്വീകരിച്ച് അതോട് മാർവോട് ചേർത്ത് നിൽക്കാനുള്ള ദൈവമക്കളല്ല. അതിനെ തള്ളേണ്ടതിനെ തള്ളി, കളയേണ്ടതിനെ കളഞ്ഞ്, വിശുദ്ധിക്ക് വേണ്ടി സ്ഥാനം ആഗ്രഹിച്ച് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മക്കളെയാണ് കർത്താവിന് ആവശ്യമുള്ളത്. അങ്ങനെയാണ് ദാനിയേല് അശുദ്ധിയിലേക്ക് തന്റെ മനസ്സിനെ ചായ്ക്കാതെ, ഇതുകൊണ്ട് ഞാൻ എന്റെ രാജ്യം വിട്ടു, എന്റെ ദേശം വിട്ടു വന്നു, പക്ഷേ ഞാൻ ഇന്ന് പ്രവാസത്തിനകത്തായിരിക്കുമ്പോൾ, സാഹചര്യങ്ങൾ എനിക്ക് മോശമായിരിക്കുമ്പോൾ, എന്റെ അകത്ത് ഞാൻ എടുത്ത ദൃഢനിശ്ചയമുണ്ട്, എന്നെ അശുദ്ധമാക്കുന്ന ഒന്നിന് ഹല്ലേലൂയ ബാലിന് അർപ്പിച്ചു കൊണ്ടുവരുന്ന യാതൊരു വസ്തുക്കൾ കൊണ്ട് എന്നെ അശുദ്ധമാക്കാതെ വണ്ണം എന്റെ ഹൃദയത്തിനെടുത്ത തീരുമാനത്തെ അതിനെ നിലനിർത്തുവാൻ തക്കവണ്ണം ദാനിയേൽ പ്രാപ്തനായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രികാലം പറയട്ടെ, നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിനകത്ത് വിശുദ്ധിക്ക് സ്ഥാനം കൊടുക്കണം. ദൈവമക്കളെ, വേർപാടിന് സ്ഥാനം കൊടുക്കണം. പാപത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. പാപത്തെ പച്ചവെള്ളം പോലെ വിഴുങ്ങിക്കളയരുത്. നമുക്കും അവർക്കും തമ്മിൽ ഒരു വേർപാടുണ്ട്. നാം തനിച്ചു പാർക്കുന്ന ജനമാണ്, ജാതികളുടെ ഇടയിൽ കൂടാത്ത ജനമാണ്. ജാതീയ മര്യാദകളും ജാതീയ ആചാരങ്ങളും അനുസരിച്ച് പോകേണ്ടവരല്ല ഞാനും നിങ്ങളും എന്നുള്ളത് അകത്തൊരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പലർക്കും ഇന്ന് അത് കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിനകത്ത് ഹല്ലേലൂയ പല ദൈവമക്കളോ അതിന്
തള്ളിക്കളയേണ്ടത് തള്ളിക്കളഞ്ഞവരാ. പക്ഷെ ഇന്ന് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികൾ മാറിപ്പോയി. എന്റെ ദൈവമക്കളോട് പറയട്ടെ, ആ ചിന്താഗതികളെ മാറ്റിയിട്ട് വിളിച്ചവനെ ഹല്ലേലൂയ ആരാണ് വിളിച്ചതെന്നുള്ള ബോധ്യത്തോടുകൂടെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിനെന്ന് പറഞ്ഞ കർത്താവ് ആ വിശുദ്ധിക്ക് തികയ്ക്കത്തക്കവണ്ണം കാലം ഇനി എനിക്കും നിങ്ങൾക്കുമില്ല. ഹല്ലേലൂയ കാലത്തിന്റെ തികവിലേക്ക് ഞാൻ നിങ്ങൾ ഓടുകയാ. കർത്താവിന്റെ വരവ് ഏത് നിമിഷമെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കർത്താവ് വരത്തന്നെ ചെയ്യും. വിശുദ്ധിയോട് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ ഹല്ലേലൂയ പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ വീണുപോകാതെ ആരാണോ നിർമ്മലമായി നിൽക്കുന്നോ അവർ രാജ്യത്തിന് ഓഹരിക്കാരായി തീരും. കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെടത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഈ പ്രാരംഭ നിമിഷങ്ങളിൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറി പറയുന്നു, നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. ഹല്ലേലൂയ ഇന്ന് രാത്രി പറയുന്നു, വിശുദ്ധിക്ക് പ്രാധാന്യമുണ്ട് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തെ. കാരണം കർത്താവ് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ പാപ സ്വഭാവങ്ങൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് വിശുദ്ധിക്ക് വേണ്ടി ആർ കൊതിക്കുന്നു, പരിശുദ്ധിക്ക് വേണ്ടി ആർ കൊതിക്കുന്നു, അവരത് വിശുദ്ധീകരിക്കുമ്പോൾ എന്റെ ദൈവം പ്രാപ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഉറപ്പിച്ച് പറയാം, ഒന്നിനാലും പാപത്തിന്റെ കണികകളിൽ ഞാൻ വീണു പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഏത് മേഖലയ്ക്കകത്ത് ആയിരുന്നാലും, ഏത് ജോലി സ്ഥലത്തായിരുന്നാലും, എവിടെ ഞാൻ ആയിരുന്നാലും ഹല്ലേലൂയ പാപത്തിന്റെ മോഹങ്ങൾക്കകത്ത് ഞാൻ വീണു പോകത്തില്ല. അപ്പോസ്തലനായ പത്രോസ് ഒരിക്കൽ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ നമ്മൾ ഒരിക്കൽ ക്രിസ്തുവിനെ അറിഞ്ഞു, അവന്റെ പരിജ്ഞാനത്തിനകത്തു നിന്നു. പക്ഷെ ആ പരിജ്ഞാനത്തിന്റെ പൂർത്തിയിൽ നിന്ന് ആ പരിജ്ഞാനം അറിവ് ജ്ഞാനത്തില് ക്രിസ്തു ആരാണെന്നും അതിൽ വളർന്ന് നാം മറന്നുപോയാൽ ക്രിസ്തു ദൃഷ്ടിയുള്ളവരാണ്. ദീർഘമായ ദൃഷ്ടി പ്രാപിച്ചത് മറന്നുപോയി. പലതും വിട്ട് സ്വന്തം മോഹങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോയി. ദൈവികമായത് ഒരിക്കൽ ശുദ്ധീകരണം പ്രാപിച്ചത് മറന്നുപോയ ഒരു ജനതയായി ഞാനും നിങ്ങളും തീരും. ഹല്ലേലൂയ. അങ്ങനെ ആയി പോകരുത് എന്ന് കർത്താവ് എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും, കർത്താവേ അവിടുത്തെ വരവെങ്കിൽ കൈവിടപ്പെടുന്ന കൂട്ടത്തിനകത്തല്ല ഞാൻ ആയിരിക്കേണ്ടത്. ഞാൻ ജീവരക്ഷ പ്രാപിച്ച് വാഗ്ദത്തത്തിന്റെ ഓഹരിക്കാരിയായി തീരണം. അതാണ് എന്റെ ആഗ്രഹം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വിശുദ്ധിക്ക് സ്ഥാനം കൊടുക്കണം. ദൈവമക്കളെ, പാപത്തോട് വിട പറയണം. നമ്മുടെ പാപം ഹല്ലേലൂയ നമ്മുടെ ഏതൊക്കെ ജീവിതത്തിനകത്ത് നമ്മുടെ ജന്മ സ്വഭാവങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നും നമ്മൾ വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ രഹസ്യ ജീവിതത്തിലെയും പരസ്യ ജീവിതത്തിലെയും പാപ സ്വഭാവങ്ങളെ അശുദ്ധമാക്കുന്ന, ദൈവമായുള്ള ബന്ധത്തെ വിച്ഛേദിക്കുന്ന ഏതൊരു കാര്യം അകത്തളങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൃത്യമായി ഇടപെടുകയാണ്. വിട്ടുപോരുവിൻ അശുദ്ധമായതൊന്നും തൊടാതെ വേണം. അശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കാതെ വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്ക്. കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവസന്നിധിയിൽ കഴിയും. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് ആഗ്രഹിക്കുമ്പോൾ ഞാൻ വിശുദ്ധിയിൽ കയറി വരാം. നമുക്ക് ഇന്ന് പറയാൻ കഴിയും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇതൊക്കെയോ യുഗലോകത്തിലെ പല ആഗ്രഹങ്ങളാ. പക്ഷേ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്റെ മകൻ എന്റെ പോലെ ആയി തീരണം. ഹല്ലേലൂയ. വിശുദ്ധിയിൽ നിലനിൽക്കണം. പാപത്തെ വിട്ട് ഓടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു തലമുറയായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോഹയുടെ കാലഘട്ടം പോലെയല്ലേ ഇന്ന്, ലോത്തിന്റെ കാലഘട്ടം പോലെയല്ലേ ഇന്ന്. ദൈവമക്കൾ നമ്മുടെ ചുറ്റും നമ്മുടെ സമൂഹത്തെ ഒന്ന് നോക്കിയേ. ഹല്ലേലൂയ നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ ഇന്നത്തെ ഹല്ലേലൂയ തലമുറകളുടെ വഷളത്ത് പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അധർമ്മം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ എന്ന് പറയുന്നവർ പോലും പാപത്തെ ചെയ്യുവാൻ കൈ നീട്ടുവാൻ മടിക്കാതിരിക്കുമ്പോൾ അതിനകത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കൃപയാൽ നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ, സ്നാനപ്പെട്ടെങ്കിൽ വിശുദ്ധമായ ജീവിതത്തിന് ഹല്ലേലൂയ ഓഹരിക്കാരിയായി ഓഹരിക്കാരനായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
എത്ര പേർക്ക് ഇന്ന് രാത്രി തീരുമാനമെടുക്കാൻ കഴിയും? കർത്താവേ, അവിടുത്തെ വരമെങ്കിൽ കൈവിടപ്പെടരുത്. അതിനാൽ എന്നെ ഒരുക്കണമേ. വിശുദ്ധിക്ക് വേണ്ടി എന്റെ ഹൃദയം ദാഹിക്കുന്നു. അശുദ്ധമായ ഒരു ജീവിതത്തിന് ഉടമയാകാതെ വിശുദ്ധിയുള്ള ജീവിതം, എന്റെ ശരീരം കൊണ്ട് പാപം ചെയ്യാതെ, എന്റെ ശരീരം കൊണ്ട് പാപത്തിന് വിധേയപ്പെടുത്താതെ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായിരിക്കുന്ന പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നു കളയാ. അത് രണ്ട് കണ്ണോടുകൂടെ നീ നരകത്തിൽ പോകുന്നതിനേക്കാളോ ഒറ്റ കണ്ണനായിട്ട് സ്വർഗരാജ്യത്തിൽ പോകുന്നത് എത്രയധികം നല്ലതാ. ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നു, നമ്മുടെ കല്ലിൽ അശുദ്ധമാക്കുന്ന എന്തെങ്കിലും നമ്മുടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതൊക്കെ തള്ളി മാറ്റിയിട്ട് സകല ഭാരത്തെ മുറുകെ പറ്റുന്ന പാപത്തെ വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോട് ഓടണം. ഹല്ലേലൂയ. ഇന്ന് ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. ഹല്ലേലൂയ കേൾക്കാനില്ല. പണ്ട് ഒത്തിരി നമ്മൾ കേട്ടവരാ. പക്ഷേ ഇന്ന് അനുഗ്രഹവും നന്മയും ഹല്ലേലൂയ മാത്രം കേട്ടു പോകുമ്പോ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഈ സന്ധ്യാവേളയിൽ ആത്മാർത്ഥമായി ദൈവനാമത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, പാപത്തെ വിട്ടു ഓടുക. പാപത്തിനോട് കൂടെ അനുകൂലപ്പെടരുത്. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് കള്ളവും കപടവും ദോഷവും നിരൂപിക്കുന്ന ഇടമാണെങ്കിൽ അത് ദൈവമായുള്ള ബന്ധത്തിന് തടസ്സമാണെങ്കിൽ അവിടം വിട്ടിറങ്ങട്ട്. എത്ര നന്മ എന്ന് പറഞ്ഞാൽ, എത്ര ഉയർച്ച എന്ന് പറഞ്ഞാൽ, എത്ര അതിനകത്ത് സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നിന്റെ ദൈവികമായുള്ള നിലനിൽപ്പിന്, ദൈവികമായ ബന്ധത്തിന് തടസ്സമാണെങ്കിൽ അവിടം വിട്ട് ഓടിക്കോണോ. അവിടെ നിൽക്കരുത്. അതുകൊണ്ടല്ലേ ലോത്തിനോട് പറഞ്ഞു, ലോത്തേ നീ നിൽക്കുന്ന ഇവിടം വിട്ട് ഓടിക്കൊള്ളുക. ഈ സോദോമിന്റെ ഗൊമോറ തീക്ക് ഇരയാകാൻ സമയമായി. പാപത്തിന്റെ ശബ്ദം അവിടെ എത്തി. അധർമ്മത്തിന്റെ ശബ്ദം ദൈവസന്നിധിയിലെത്തി. ഈ പാപത്തിന്റെ നിലവിളി അവിടെ എത്തി. എന്റെ ഹല്ലേലൂയ, ഈ അധർമ്മത്തിന്റെ നിലവിളി അവിടെ എത്തി. അനീതിയുടെ നിലവിളി എന്റെ സന്നിധിയിലെത്തി. അതുകൊണ്ട് ഞാൻ ഇത് നശിപ്പിക്കാൻ പോകുക. ഇവിടെ വിട്ട് ലോത്ത് നീ ഓടിക്കോ. ഭക്തനായ ലോത്തിനോട് വാണിംഗ് പറയുക, ലോത്തേ നീ പർവ്വതം നോക്കി ഓട്. ക്രൂശിനെ നോക്കി ഓട്. ക്രിസ്തുവിനെ നോക്കി ഓട്. വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ നോക്കി ഓട്. നീ നിൽക്കുന്ന സ്ഥലം സേഫ് സോൺ അല്ല. ദൈവമേ, നീ നിൽക്കുന്നത് സേഫ് സോൺ ആണെന്ന് എന്നും ചിന്തിക്കരുത്. അവിടത്തിന്റെ അവിടം വിട്ട് സ്വർഗം നിന്നോട് പുറപ്പെടാൻ പറഞ്ഞാൽ പിന്നെ അവിടെ വന്ന് നിൽത്തുകൊണ്ട് അടുത്തൊരു സേഫ് സോൺ നോക്കാതെ വേണ്ട. എവിടെയാണോ നിന്നോട് ഓടാൻ പറഞ്ഞത് അവിടേക്ക് ലക്ഷ്യം വെച്ച് ഓടിക്കോ. ഇന്ന് രാത്രി ചിലവരോട് ദൈവാത്മാവ് ആലോചന വിളിച്ചു പറയുക. സത്യത്തിന്റെ പരിജ്ഞാനത്തെ പലപ്പോഴും കേട്ടിട്ട് ഇന്നും സേഫ് സോൺ നോക്കി ഇനി അടുത്താകട്ടെ എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടാൻ മനസ്സില്ല, സ്നാനപ്പെടാൻ മനസ്സില്ല. അങ്ങനെ ഓടുന്ന നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, ഈ സേഫ് സോണിന്റെ അടിസ്ഥാനത്തെ കുലുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടം വിട്ട് നീ ഓടിക്കോ. പർവ്വതത്തിലേക്ക് ഓട്. പുറകോട്ട് നോക്കരുത്. ജീവരക്ഷയ്ക്കായുള്ള ഓട്ട ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോ എത്ര പേർക്ക് ഇന്ന് രാത്രി ചെവി കൊള്ളാൻ മനസ്സുണ്ട്? നാളുകൾ കൊണ്ട് കേൾക്കുന്നില്ലേ ഉപദേശം? നാളുകൾ കൊണ്ട് അറിയുന്നില്ലയോ? പക്ഷെ എന്തുകൊണ്ട് നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുവാൻ കഴിയാത്തത്? ഇന്ന് രാത്രി വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, പുറകോട്ട് നോക്കരുത്, ജീവരക്ഷയ്ക്കായി മുന്നോട്ട് ഓട്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. നാം വായിച്ച വേദഭാഗത്തിലേക്ക് ദൈവം ഏൽപ്പിച്ച ദൈവിക ശുശ്രൂഷകൾ പറയാനുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നു, തന്നെത്താൻ അശുദ്ധനാക്കാതെ, പാപത്തിന്റെ ഹല്ലേലൂയ താൻ ആഹാരത്താൽ തന്നെ അശുദ്ധിയിലേക്ക് നയിക്കാതെ, ആഹാരത്താൽ ഹല്ലേലൂയ ഇത് കഴിച്ചാൽ അശുദ്ധനായി തീരുമെന്ന് തിരിച്ചറിഞ്ഞവൻ ആ സാഹചര്യത്തെ ഒഴിവാക്കുവാൻ തുടങ്ങി. ഞാൻ അതിൽ നിന്ന് പറയട്ടെ, ദൈവമക്കളെ, നമുക്ക് യോഗ്യമല്ലാത്ത, നമുക്ക് യോജിച്ചതല്ലാത്ത, ദൈവത്തിന് യോഗ്യമാകാത്തത് അവിടം വിട്ട് പുറപ്പെട്ടു പോകണം. അശുദ്ധനാക്കുവാൻ തക്കവണ്ണം തന്നെത്താൻ സ്വീകരിക്കാതെ അതിനകത്തു നിന്ന് ഒരു ദൈവ പൈതൽ സൂക്ഷിച്ചൊഴിയണം. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും സൂക്ഷിച്ചൊഴിയാൻ പറ്റത്തില്ല. എങ്കിലും സാഹചര്യങ്ങളെ നോക്കാതെ അതിനകത്ത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഭയപ്പെടുന്ന ദൈവ ഭയം ഉണ്ടെങ്കിൽ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവിടെ നിന്ന് ഓടും. എന്ത് തന്നെ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞാലും എന്ത് തന്നെ വരുമെന്ന് പറഞ്ഞാലും ത്യജിക്കേണ്ടതിന് ത്യജിച്ചേ ഓടിയിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദാനിയേലും അവിടെ അടിമത്തത്തിൽ വന്നതാണ്. അടിമയാണ്. രാജാവിന്റെ മുമ്പിൽ ഈ വിഷയം പോയി കഴിഞ്ഞാൽ
രാജാവ് എന്തായാലും ഇതിനകത്തൊരു തീരുമാനമെടുക്കുമെന്നറിയാം. പക്ഷേ രാജാവിനേക്കാളും വലിയവനായ ദൈവത്തെ ഭയപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തെ ഭയമുണ്ടോ? മനുഷ്യ ഭയം മാത്രമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. മനുഷ്യനെ ഭയപ്പെടുന്നു. പലപ്പോഴും ദൈവഭയം നഷ്ടപ്പെട്ട് ദൈവത്തോടുള്ള വിധേയത്വം നഷ്ടപ്പെട്ട് മനുഷ്യനോട് വിധേയത്വം കാണിച്ച് മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാനും മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനാണ് ഇന്ന് മനുഷ്യൻ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യനെ പ്രസാദിപ്പിക്കുക, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മളെ നടത്തുന്നവരെ പ്രസാദിപ്പിക്കുക, ഇത് മാത്രമാണ് ലക്ഷ്യം. അതിനപ്പുറം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവം എന്റെ ആരാധന അംഗീകരിക്കുന്നുണ്ടോ? 4 പേർ കൂടുമ്പോൾ നമ്മൾ ഹല്ലേലൂയ കൈയടിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നന്ന ആരാധനയൊന്ന് അല്ലെങ്കിൽ നല്ലൊരു സന്ദേശം പറഞ്ഞു, നല്ലൊരു ദൈവവചനം ശുശ്രൂഷിച്ചു എന്ന് പറയുന്നതിലുപരിയായി എന്റെ ഹല്ലേലൂയ എന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവം എന്നിൽ പ്രസാദിച്ചിട്ടുണ്ടോ? ഞാൻ എന്നുള്ള വ്യക്തിയിൽ ആദ്യം സാധിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം കയ്യിന് കാബേലും ദൈവസന്നിധിയിൽ വഴിപാട് കൊണ്ടെന്നോ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം എങ്ങനെയാണ്? ഹാബേലിലും അവന്റെ യാഗത്തിലും വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. ആദ്യം അർപ്പകനായ ഞാൻ വന്നു നിൽക്കുമ്പോൾ എന്നിൽ നോക്കും എന്തെങ്കിലും ഊനമുണ്ടോ, ഞാൻ എന്നുള്ള വ്യക്തിയിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ദൈവം പരിശോധിച്ച് നോക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ കുറവുകൾ നോക്കുമ്പോൾ അതിനകത്ത് പിഴവ് കണ്ടാൽ, അതിനകത്ത് കർത്താവിന് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അത് ഒരിക്കലും പ്രസാദിക്കത്തില്ല. മനുഷ്യർ പറയായിരിക്കും നിങ്ങളുടെ ആരാധന കൊള്ളാം, നിങ്ങളുടെ പാട്ട് കൊള്ളാം, എന്നാതായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ സ്വർഗം അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, ദൈവം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ദൈവിക പ്രസാദം ഇറങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ അർപ്പകനായ ഞാൻ വന്ന് നിൽക്കുമ്പോ ദൈവം എന്നെ നോക്കോ, അടിമുതൽ താഴെ വരെ നോക്കുമ്പോൾ ഒരു ഊനവും കാണരുത്, ഒരു കുറവും കാണരുത്. ഹൃദയത്തിനകത്ത് കയ്പ് കാണരുത്. പലപ്പോഴും പറയുന്നതാണ്, ആരോടും കയ്പ് വേണ്ട, ആരോടും പക വേണ്ട, ആരോടും അസൂയ വേണ്ട, അല്പായുസ് മാത്രമേ എനിക്കും നിങ്ങൾക്കുള്ളൂ. എപ്പോഴാണ് ഞാനും നിങ്ങളും പോകുന്നതെന്ന് അറിയത്തില്ല. ഏത് നിമിഷമാണ് ഇവിടെ നിന്ന് ഹല്ലേലൂയ പറയുവാൻ യാത്ര പറഞ്ഞു പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം, അതിനകത്ത് കിട്ടുന്ന അല്പായുസിനകത്ത് ആരോടും കയ്പും പക പിണക്ക ഹല്ലേലൂയ ഈഗോ ഒന്നും വയ്ക്കരുതേ ദൈവമക്കളെ. എല്ലാവരോടും സ്നേഹത്തോട്, ദൈവിക സ്നേഹത്തോട്, ദൈവ കൃപയോടുകൂടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഇന്ന് ഈ ഹല്ലേലൂയ മണ്ണിനെ പിടിച്ചടക്കാനുള്ള വ്യഗ്രതയിലാണ് ഓരോരുത്തരും ഓടുന്നത്. പക്ഷെ ഈ മണ്ണ് ഒരു നാൾ എന്നെ നിങ്ങൾ കീഴടക്കുക. അന്ന് മണ്ണ് പറയുക, ഇത് കീഴടക്കാനല്ലേ നീ ഓടിയത്. പക്ഷെ ഈ മണ്ണ് പറയും, ഞാൻ ഇന്ന് നിന്നെ കീഴടക്കി. അങ്ങനെ പറയാതിരിക്കുവാൻ മണ്ണെ പ്രതി മാണിക്യത്തെ വെടിയാതെ ഈ ലോകത്തിലെ സകലവിധ നന്മകളെക്കാൾ ശ്രേഷ്ഠമേറിയ ഒന്നുണ്ട്, അത് അത്യുന്നതനായ കർത്താവിനാണ്. അതിനെ മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ ഓരോരുത്തരും ഓടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. അങ്ങനെ ദാനിയേൽ തന്നെത്താൻ അശുദ്ധനാക്കാതെ ഞാൻ പറഞ്ഞു, എന്നിൽ നിങ്ങളിൽ കർത്താവ് പ്രസാദിക്കണം. നോക്കുമ്പോൾ പ്രസാദത്തിന് ഭയത്തോട് വിറയലോടുകൂടെ എന്റെ അപ്പനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിക്കണം. ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് ദാനിയേൽ ആരെയും നോക്കിയില്ല, രാജാവിനെ നോക്കിയില്ല, രാജാവിന്റെ നിയമത്തെ നോക്കിയില്ല. ഹല്ലേലൂയ. ഞാൻ ഇവിടെ പ്രവാസിയായിട്ട് വന്നതാണ്. ഈ പ്രവാസത്തിനകത്ത് പലരും ഹല്ലേലൂയ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പലരും കൊല്ലപ്പെട്ടതാണ്, പലരും തകർക്കപ്പെട്ടതാണ്, പലർക്കും അംഗഭംഗം സംഭവിച്ചതാണ്. പക്ഷേ അതിനപ്പുറമായിട്ട് ദാനിയേൽ ദൈവത്തെ ഭയപ്പെടുവാനിടയായി തീർന്നു. രാജാവിന്റെ നിയമത്തെയോ രാജാവ് കൽപ്പിച്ച ആഹാരത്തെക്കാളോ വലുതായിട്ട് ദൈവത്തെ ആശ്രയിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, ദൈവത്തെ നാം എപ്രകാരം ആശ്രയിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ആശ്രയം ആരിലാണ്? ഈ കേവലം ഉലകത്തിലുള്ള ആശ്രയമാണോ, ദൈവത്തിലുള്ള ആശ്രയമാണോ? നമുക്ക് പല രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഹിസ്കിയാവിനെ കുറിച്ച് പറയുന്നു, കർത്താവിൽ ആശ്രയം വച്ചിരുന്നു എന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം. അതുകൊണ്ട് പറയുന്ന സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കും കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന്. അപ്പോൾ
കർത്താവിൽ ആരാണോ ആശ്രയിക്കപ്പെടുന്നോ, കർത്താവിൽ ആരാണോ ആശ്രയം വെക്കുന്നത്, അവർ പൂർണ്ണ സമാധാനത്തിൽ കാക്കപ്പെടുവാനിടയായി തീരും. എത്ര വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും അവൻ സ്ഥിരതയോട് എടുത്ത്, ആരാണ് കർത്താവിൽ ആശ്രയം സ്ഥിരതയോടെ വെച്ചിരിക്കുന്നു, അവർ ആശ്വാസം കണ്ടെത്തുവാനിടയായി തീരും. ദൈവത്തിൽ ആശ്രയം, അവൻ ദൈവത്തിൽ സമാധാനം കണ്ടെത്തുവാനിടയായി തീരും. ഞാൻ ഈ ഭാഗത്ത് വിട്ട് വേഗത്തിൽ ഇന്ന് രാത്രി വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുവാനിട ആഗ്രഹിക്കുകയാണ്. ഈ 1-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു വന്നു, ദാനിയേലിന്റെ സവിശേഷതകളാ പറഞ്ഞു വന്നത്. ദാനിയേൽ തന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തു. താൻ ആയിരിക്കുന്ന പ്രവാസ ലോകത്തിനകത്ത്, അടിമത്വത്തിനകത്ത്, അതിനകത്തും ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തപ്പോൾ ദൈവത്തിനെ മാത്രം അവൻ മുൻനിർത്തി തന്റെ ദൃഢമായ നിശ്ചയത്തിനകത്ത്, തീരുമാനത്തില് ആർക്കും മാറ്റുവാൻ കഴിഞ്ഞില്ല. ആ തീരുമാനമാണ്, ആ ഉറപ്പാണ്, ആ ദൈവമായുള്ള ആശ്രയമാണ് തന്നെ ഉന്നതികളിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നത്. തന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനുള്ള കാര്യം അവൻ ദൈവത്തോട് കാണിച്ച വിശ്വസ്തതയാണ്. 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യമാണ് നാം വായിച്ചത്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. 6-ാം അധ്യായം ആരംഭിക്കുന്നത് ദാനിയേൽ 5-ാം അധ്യായം അവസാനിക്കുമ്പോൾ ദാനിയേൽ അവിടെ 3-ാമനായി ഒരു രാജ്യഭരണത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു കാഴ്ച കാണുവാൻ കഴിയുന്നു. ഈ 6-ാം അധ്യായത്തിനകത്ത് ഈ ദാരിയവേശിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മേദ്യ രാജാവിന്റെ ഒരു ഭരണകാലമാണ് 6-ാം അധ്യായത്തിൽ വരുന്നത്. ആ രാജ്യം ഭരിക്കേണ്ടതിന് 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാരിയവേശിന് ഇഷ്ടം തോന്നി. 120 പ്രധാന ദേശാധിപതികളിൽ അത് കഴിഞ്ഞ് 3 അധ്യക്ഷന്മാർ. ഈ അധ്യക്ഷന്മാരിൽ ഒരുവരായിരുന്നു ദാനിയേൽ. ഞാൻ പറഞ്ഞു വന്നു, ദൈവത്തിൽ ആശ്രയം വച്ചിരുന്നു, തന്റെ തീരുമാനത്തിൽ ഉറപ്പുണ്ടായിരുന്നു, ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് തന്റെ ജീവിതത്തിൽ ഉയർച്ച വന്നത്. അതുകൊണ്ട് ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? മാനിക്കുവാനിടയെ തരും. ദൈവസന്നിധിയിൽ ആര് വിശ്വസ്തരാണോ ദൈവം അവരെ ഉയർത്തും. ഒരു മനുഷ്യൻ ഉയർത്തുന്നത് പോലെ അല്ല ദൈവം ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാനിയേലിന് ഈ ഇത്രയും അധ്യായങ്ങൾ വരുമ്പോൾ ദാനിയേലിന്റെ സ്ഥാനത്തിന് മാറ്റം വരികയാണ്, ഉയർച്ച തന്നെ നോക്കി വരികയാണ്. അവൻ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവകൽപ്പന അനുസരിച്ചു. അവൻ തന്റെ ജീവിതത്തെ വിശുദ്ധിയോടെ നേരോടെ ജീവിച്ച ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് ഉയർച്ചകൾ വന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുന്നു, ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെങ്കിൽ, അവൻ ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നവരാണെങ്കിൽ അവൻ തീർച്ചയായും കർത്താവ് ഉയർത്തും. ഒരു മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. ദൈവം ഉയർത്തിയാൽ എന്നേക്കും ഉയർത്തുന്നതായിരിക്കും. ഹല്ലേലൂയ. അതിനകത്ത് പിന്നെ താഴ്ചയില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ദാനിയേലിന്റെ ചരിത്രം നോക്കിയാൽ ദാനിയേൽ ഒരിടത്തും താണതായി പിന്നെ കാണുന്നില്ല, തന്റെ ജീവിതത്തിൽ താഴ്ചയെ കാണുന്നില്ല. ഇന്നൊക്കെ നമ്മൾ ചോദിക്കും, ഇത്രത്തോളം ദൈവത്തോട് അടുത്തിട്ട്, ഇത്രത്തോളം ദൈവസന്നിധിയിൽ നിലനിന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടത? ഈ ചോദ്യങ്ങൾ പലപ്പോഴും നാം ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. കർത്താവിനോട് അടുക്കുമ്പോഴാണ് ഏറ്റവും അധികം പ്രതിസന്ധികൾ വരുന്നത്. ഇവിടെയും ദാനിയേലും ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. 6-ാം അധ്യായം തന്റെ ജീവിതത്തിനകത്ത് നേരിട്ട പ്രതിസന്ധിയാ. ഒരു ദൈവപൈതലിനെ അല്ലെങ്കിൽ ഒരു ദൈവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദൈവത്തോട് അടുക്കും അത്രത്തോളം പ്രതിസന്ധികളും വർദ്ധിക്കും. ഹല്ലേലൂയ. പക്ഷെ ആ പ്രതിസന്ധികൾക്കകത്ത് ഹല്ലേലൂയ തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം,
കുശവന്റെ കയ്യിൽ നിന്ന് ഒരു പാത്രം വീണ്, പണിയപ്പെടുന്ന പാത്രമാണ്, ചക്രത്തിന്റെ മേൽ നിന്ന് പണിത പാത്രം, താഴെ വീണോ തകർന്നു പോയാലും ആ ചക്രത്തിനകത്ത് വീണ്ടും ഒന്ന് കയറ്റി ആ പാത്രത്തെ പണിതെടുക്കും. അതിനർത്ഥം എത്ര ഉടച്ചിൽ വന്നാലും എത്ര തകർച്ച വന്നാലും കയ്യിൽ നിന്ന് വീണുപോയെന്ന് പറഞ്ഞാല് അതിനകത്ത് വീണ്ടും പണിയുവാൻ ഉപകരണം, നല്ലൊരു ഉപയോഗമുള്ള പാത്രമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. അതിനപ്പുറം നല്ലൊരു ഉപയോഗമുള്ള ഉപകരണമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് അനവധി പ്രതിസന്ധികൾ വന്നിട്ട് 3-ാം അധ്യായം കടന്നു വരുമ്പോൾ നമുക്കറിയാം, ശദ്രക്, മേശക്, അബേദ്നെഗോ അവിടെയും അവരുടെ ഉറച്ച തീരുമാനം, ഹല്ലേലൂയ, ആ തീരുമാനത്തെ വിച്ഛേദിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഒരു തീക്കും കഴിഞ്ഞില്ല, ഹല്ലേലൂയ, ഒരു രാജാവിനും കഴിഞ്ഞില്ല. അവിടെ തീരുമാനം മരണത്തോളം ഉറപ്പാ. ഹല്ലേലൂയ. വിടുവിച്ചാലും ഇല്ലേലും ഹല്ലേലൂയ, മരണം ഞങ്ങളെ ഫേസ് ചെയ്താല് ഞങ്ങളെടുത്ത തീരുമാനത്തിൽ നിന്ന് അണുവിട ചലിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് ആ തീരുമാനത്തിന് ആർക്കും ഭേദഗതി വരുത്താൻ കഴിയാത്തത് കൊണ്ട് തീച്ചൂളക്കകത്ത് സർവശക്തനായ ദൈവം ഇറങ്ങി വരുവാനിടയായി തീർന്നു. അതാണ് ഞാൻ പറഞ്ഞ ദൈവമക്കളെ, ഏത് പ്രതിസന്ധിക്കകത്ത് ഏത് പ്രതികൂലത്തിനകത്തും നാം കടന്നുപോയാല് തീ നിന്നെ ദഹിപ്പിക്കാതെ വണ്ണം അതിനകത്ത് നാലാമനായ ഒരുവൻ ഇറങ്ങി വന്ന് എന്റെയും നിങ്ങളുടെയും കരം പിടിച്ചിട്ട് പറയും, ഇതിനകത്ത് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു ദൈവശക്തി പകർന്നു തരുവാനിടയായി തീരും. അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല, ഹല്ലേലൂയ, വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ഏതെങ്കിലും തീയുടെ അനുഭവത്തിനകത്തുകൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ പ്രതിസന്ധി എന്നെ മുക്കിക്കളയുമെന്ന് ആരെങ്കിലും ഈ രാത്രി പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നാലാമനായ ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. ആ കർത്താവ് ഇന്നും മാറിപ്പോയിട്ടില്ല. അന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി എന്നോട് നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. മാറിപ്പോകുന്ന അകന്നു പോകുന്ന ഒരു വ്യക്തിയല്ല, നമ്മോട് കൂടെ ചേർന്നിരിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രാത്രി പറ, എന്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാൽ, സമുദ്രങ്ങൾ സമുദ്രങ്ങൾ ഇരച്ചു കലങ്ങിയാല്, പർവ്വതങ്ങൾ തകർന്നതിനകത്ത് വീണാല് ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം അതിന്റെ മധ്യയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഏത് പ്രതിസന്ധിക്കകത്ത് ഏത് പ്രതികൂലത്തിനകത്ത് മനുഷ്യകരം നിന്നെ വിട്ടകന്നു പോയാല്, ഉറ്റവര് ഉടയവര് ഹല്ലേലൂയ സൗഹൃദങ്ങൾ നിന്നെ വിട്ടു മാറിയാല്, അപ്പോൾ കർത്താവ് നിന്നോട് ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയോ? എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാല്, ലൈഫേറിയ അനുഭവം വന്നാല്, അതിനകത്തു നിന്ന് എന്നെ പുറത്തെടുക്കാൻ കഴിവുള്ള ഒരു നസ്രയനായ യേശു എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാനിയേല് പ്രതിസന്ധികൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. 6-ാം അധ്യായം പറഞ്ഞു, 3 പേരിൽ ഒരുവൻ അധ്യക്ഷനായി വിളങ്ങി. അതുകൊണ്ട് രാജാവിന് നഷ്ടം വരാതിരിപ്പാൻ, രാജാവിന് യാതൊരു ബുദ്ധിമുട്ട് വരാതിരിപ്പാൻ ദാനിയേൽ അവിടെ വിശ്വസ്തനായി ഉത്കൃഷ്ട മാനസനായിരുന്നു. അതിനകത്ത് കാണുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ശ്രേഷ്ഠനായി തീരുവാനിടയായി തീരും. ഉത്കൃഷ്ട മാനസൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ മനസ്സുള്ളവനാ, ഉയർന്ന ചിന്താഗതിക്കാരനാ. ഹല്ലേലൂയ. മെച്ചപ്പെട്ട നല്ല ഉയർന്ന മനസ്സുള്ളവനാ. ഹല്ലേലൂയ. അതാ ഉത്കൃഷ്ട മാനസൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ശ്രേഷ്ഠമായ മനസ്സിനുടമയായവൻ, ശ്രേഷ്ഠത, വിശാലമായ ഒരു മനസ്സ്, ഉയർന്നമായ മനസ്സുള്ള
ദാനിയേൽ ഹല്ലേലൂയ താൻ അടിമയാണ്, സ്വന്തമല്ലാത്ത ദേശത്താണ് ഒരു അധികാരിയായി ഭരണാധികാരിയായി നിൽക്കുന്നു. പക്ഷേ ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് അവൻ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ താൻ സ്വന്തമല്ലാത്ത രാജ്യമല്ലയോ, അടിമയായി വന്നതല്ലയോ, എങ്ങനെയെങ്കിലും ചെയ്ത് മറ്റുള്ളവരോടൊപ്പം നിൽക്കുവാൻ താൻ ആഗ്രഹിക്കാതെ അതിനകത്തൊരു വ്യത്യസ്ത മനസ്സിനുടമയായി തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ എവിടെയായിരുന്നാലോ ഏത് വ്യക്തി ജീവിതങ്ങളുടെ ഇടയിലായിരുന്നാലും അതിനകത്ത് നിങ്ങൾ വ്യത്യസ്തനായിരിക്കണം. അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യത്യസ്തത നിങ്ങളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ കള്ളം കാണിക്കുന്നു, മറ്റുള്ളവർ കപടം കാണിക്കുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുമെന്ന് ഇല്ല മക്കളെ. അതിനകത്ത് നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ദാനിയേൽ ഹല്ലേലൂയ നഷ്ടം വരുത്താതിരിക്കുവാൻ, രാജാവിന് ഹല്ലേലൂയ നഷ്ടം വരരുതെന്ന് താൻ ആഗ്രഹിച്ചു. തന്റെ നിലനിൽപ്പല്ല നോക്കിയത്, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് നോക്കി. ഹല്ലേലൂയ. തന്നെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് വിശ്വസ്തനെന്ന് കണ്ടു ദൈവം. ഹല്ലേലൂയ. ഈ 6-ാം അധ്യായ അടുത്ത തുടർമാനം വായിച്ചു വരുമ്പോൾ അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. ഇങ്ങനെ ഈ അധികാരി ഉയർന്ന പദവിയും വന്നപ്പോൾ ഒരു ഭക്തന് വിരോധമായി, ദൈവസന്നിധിയിൽ വിശ്വസ്തനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവൻ ജ്ഞാനമുള്ളവനാണ്, വിവേകമുള്ളവനാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഭക്തന് വിരോധമായി ഒരു കൂട്ടം വ്യക്തി ജീവിതങ്ങളിൽ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. താനായിരിക്കുന്ന തന്റെ അധികാരത്തിന്റെ പരിധിയിൽ നിന്ന് തന്നെ എന്നേക്കുമായി നീക്കം ചെയ്യേണ്ടതിന് അവിടെ ചരടുവലി ആരംഭിച്ചു. ഇന്ന് രാത്രികാലം ചില വ്യക്തി ജീവിതങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന ജോലി മേഖലകളിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളത്തക്കവണ്ണം ചരടുവലി വലിക്കുമ്പോൾ ഞാൻ പറയുന്നു, നീ വിശ്വസ്തനെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുവാനിടയായി തീരും. വിശ്വസ്തനാണെങ്കിൽ നീ നേരുള്ളവനാണെങ്കിൽ ആരും നിന്നെ ചതിവിൽപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ ദാനിയേലിനെതിരെ ഒരു കൂട്ടം കൽദയ ശക്തികൾ എഴുന്നേൽക്കുക, ഒരു കൂട്ടം കൽദയരുടെ ആധിപത്യം എഴുന്നേൽക്കുക. ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തെ സേവിക്കുന്നവൻ, ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നവൻ, വിശുദ്ധിക്ക് വേണ്ടി സ്ഥാനമുള്ളവനെ തകർത്തു കളയത്തക്കവണ്ണം അവനെ അധികാരത്തിൽ നിന്ന്, ആത്മീയത്തിൽ നിന്ന് വലിച്ചിടേണ്ടതിന് തക്കവണ്ണം ശത്രു തന്റെ പദ്ധതി ആവിഷ്കരിക്കുക. ഇത് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിനെ നിയോഗത്തിൽ വിളിച്ചു പറയുന്നു, ശത്രു എത്ര പദ്ധതി നെയ്താലോ, എത്ര വല വിരിച്ചാലോ അതിനകത്ത് കുടുങ്ങിപ്പോകത്തില്ല. കാരണം ദാനിയേലേ, നിന്നെ വിളിച്ചവൻ ആരാണെന്നോ, ദാനിയേൽ നീ ആർക്കു വേണ്ടി നിൽക്കുന്നു എന്നുള്ള അകത്ത് ബോധ്യമുണ്ടെങ്കിൽ, കള്ളത്തെയും കപടത്തെയും വഞ്ചനയും ഇഷ്ടപ്പെടാത്ത ദാനിയേൽ, നീതിക്ക് വേണ്ടി നിൽക്കുന്നവനെ തകർത്തു കളയുവാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി വചനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ദൂതായി ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭക്തനെ തകർത്തു കളയുവാൻ തക്കവണ്ണം, ഭക്തനെ ഉന്മൂലനാശം ചെയ്യുവാൻ ഇനി ഒരിക്കലും ഇതിനകത്ത് കയറി വരരുത്, ഇനി ഇതിനകത്ത് ഈ പദവി വഹിക്കരുത്. ഇതാണ് ശത്രുവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. ശത്രു ആഗ്രഹിക്കുക, ഹല്ലേലൂയ, ഞാൻ പിന്തുടരും, കൊള്ള പങ്കിടുക, എന്റെ ആശ ഞാൻ നിന്നിൽ ഹല്ലേലൂയ നിവർത്തിയാക്കുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നു, നിന്റെ കരം പിടിച്ച് ഇതിനകത്ത് ഇരുത്തിയവനാണ് സകലത്തിന്റെ അധികാരി. ആ അധികാരി ഇടുന്ന നിയമത്തിന് ഭേദഗതി വരുത്തുവാൻ ഒരുവനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതും കണ്ടവൻ ഞാൻ എന്തായി തീരുമെന്നോ, എങ്ങനെയായി തീരുമെന്ന് എന്നെ കുറിച്ച് പദ്ധതി എന്റെ തലമേലിരിക്കുമ്പോൾ ശത്രുവെ നീ എഴുതുന്ന പദ്ധതിക്കല്ല പ്രാധാന്യോ, എന്റെ ദൈവത്തിന്റെ പദ്ധതിക്കാണ് പ്രാധാന്യോ. ഇന്ന് രാത്രി ചിലരോട് ആത്മാവിൽ നിന്ന് ദൂത് കൈമാറുന്നു. ശത്രു എഴുതിയ പദ്ധതിയുമായി ജോലി മേഖലക്കകത്ത് വല്ലാതെ ഞരങ്ങി ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഇരിക്കുന്നവരോട് ആത്മാവിൽ ദൂത് കൈമാറുകയാ. ഇല്ല ദാനിയേലേ, നീ പരാജയപ്പെടത്തില്ല. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവനാണെങ്കിൽ ഒരുവനും നിന്റെ പേരെ എഴുന്നേൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി. ഹല്ലേലൂയ. ഇതിന് പിന്നില് ഒരൊറ്റ കാര്യമുള്ളൂ, തന്റെ ഉയർച്ച കണ്ടിട്ട് അസൂയ. ഹല്ലേലൂയ.
തന്റെ ഉയർച്ച കണ്ടിട്ട് അസൂയ തോന്നിയത്. ഹല്ലേലൂയ. തന്റെ പദവികൾ ഓരോ ദിവസവും വർധനവാ. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമക്കൾക്ക് താഴ്ചയില്ല. ആമേ. ഹല്ലേലൂയ. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല ദൈവമക്കളെ. ആമേ. അങ്ങനെ നേരോട് നടന്ന ദാനിയേൽ, ആമേ, ഹല്ലേലൂയ, ഉയർച്ചയ്ക്ക് മേൽ ഉയർച്ച വന്നപ്പോ, ആമേ, ഹല്ലേലൂയ, അവരുടെ ഹൃദയത്തിനകത്ത് വന്നു കാണോ, ആമേ, ഇവൻ ഒരു പ്രവാസിയാണ്, ഇവൻ ഒരു യഹൂദ, ഹല്ലേലൂയ, പ്രവാസിയാണ്. ഈ പ്രവാസിക്ക് എങ്ങനെ ഇത്രത്തോളം ഉയർച്ച വന്നത്? ഹല്ലേലൂയ. ആമേ. പ്രവാസിയായിരുന്നാലോ, ആമേ, തള്ളപ്പെട്ടവനായാലോ, ദൈവം ഉയർത്താൻ നിശ്ചയിച്ചാൽ ഒരുവനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ദൈവം ഒരുവനെ മാനിക്കാൻ ആഗ്രഹിച്ചാൽ ഒരു മനുഷ്യന് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പറഞ്ഞു, ദൈവം അവനെ ഉയർത്തുവാൻ, അവൻ ദൈവത്തിന്റെ കരം അവൻ എനിക്ക് അനുകൂലമായി ചലിച്ചാൽ ഒരു മനുഷ്യന് പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. അവൻ നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം അവന്റെ ബലമുള്ള കൈക്കിടിൽ താണിരിക്കുമെങ്കിൽ, അവന്റെ ബലമുള്ള കൈക്കിൽ നീ താണിരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ അവൻ തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. ആമേ. തന്റെ മുമ്പിലേക്ക് നിയമത്തിന്റെ മാറ്റം വന്നു. ഹല്ലേലൂയ. കുടുക്കുവാൻ നോക്കി, കുറ്റം കണ്ടെത്തുവാൻ നോക്കി, അസൂയയുടെ വലയം. ഹല്ലേലൂയ. ഉയർച്ച കണ്ടപ്പോ അസൂയയുടെ കുരുക്കിട്ട്. ഹല്ലേലൂയ. ആമേ. അസൂയയുടെ കുരുക്കിട്ടോ. ഇവൻ ഇനി മുന്നോട്ട് പോയാൽ ആമേ നമുക്കും നാശമാ. ഹല്ലേലൂയ. ഇവൻ മുന്നോട്ട് പോയാൽ നമ്മുടെ പദവികൾ നഷ്ടപ്പെടും. ആമേ. ഇതിനകത്തിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ആത്മാവിൽ പറയട്ടെ, ദാനിയേലേ, ആമേ, ഹല്ലേലൂയ, ആമേ, ഇവൻ ഇന്ന് ഓടിക്കേറിയ, ഇവന്റെ പ്രാർത്ഥനയുടെ മണ്ഡലം വർദ്ധിച്ചാൽ, ഇവന്റെ ആത്മനിറവിലുള്ള ശുശ്രൂഷ വർദ്ധിച്ചാൽ ഇവനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലെന്ന് കണ്ടിട്ട് അസൂയയുടെ കുരുക്കുമായി ആമേ മാറി നിൽക്കുക. ഹല്ലേലൂയ. നോക്കി, ആമേ, കുരുക്കാൻ തക്കവണ്ണം ഒരു കുറ്റവും കാണാത്തത് കൊണ്ട് അവന്റെ ആത്മീയ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഹല്ലേലൂയ. ദൈവമായുള്ള ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുക. മറ്റൊന്നിനും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ആശയം ഗൗരവമായി ഇന്ന് രാത്രി തിരിച്ചറിയണം ദൈവമക്കളെ. ആമേ. ഹല്ലേലൂയ. മറ്റൊരു ഉപാധികളും ആമേ കണ്ടെത്താത്തത് കൊണ്ട്, ഒന്നിലും പിടിച്ചവനെ അടക്കാൻ പറ്റാത്തത് കൊണ്ട്, ഇതിലൊന്നും തകർക്കാൻ കഴിയാത്തത് കൊണ്ട് ദാനിയേലെ നോക്കിയപ്പോൾ ദാനിയേലിന്റെ ആമേ മുന്നിൽ നോക്കിയിട്ട് ഇവന്മാർ കണ്ടെത്തിയ ഒരൊറ്റ കാരണം, ഇവൻ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവനാ. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി, നേരിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി മാറി നിൽക്കുന്നവനാ. അതുകൊണ്ട് അതൊരു കുറ്റമായി ഇവരുടെ മുമ്പിലേക്ക് തെളിയപ്പെട്ടു. ഹല്ലേലൂയ. അതൊരു കുറ്റമായി ഇവർ കണ്ടെത്തുവാൻ തുടങ്ങി. മറ്റൊന്നുമില്ല. അവൻ തകർത്തു കളയുവാൻ തക്കവണ്ണം ഒരു വഴിയും മുന്നിലില്ല. പക്ഷേ തകർക്കുവാൻ തക്കവണ്ണം അവൻ ഇവിടെ കണ്ടെത്തുന്ന വഴിയാണ് അവൻ ആത്മീയന്റെ ആരാധന. ഹല്ലേലൂയ. അവന്റെ പ്രാർത്ഥനയെ നോക്കി വിരൽ ചൂണ്ടുകയാ. നിന്റെ ആത്മീയത നോക്കി അവൻ നിന്റെ ഹല്ലേലൂയ വിരൽ ചൂണ്ടിക്കൊണ്ട് മാറി നിൽക്കുമ്പോൾ മറ്റൊന്നിനും നിന്നെ പിടിച്ചു തകർക്കാൻ പറ്റത്തില്ല. ആത്മീയത്തിനകത്ത് നിന്നെ ഉലച്ചു കളഞ്ഞ, ആത്മീയത്തിൽ നിന്ന് തകരാൻ പറ്റിച്ച, നിന്റെ വിശുദ്ധിയിൽ നിന്ന് നിന്നെ താഴെ വീഴ്ത്തി കളഞ്ഞാൽ അവൻ പിന്നെ നീ ഒന്നിനും ഇല്ല എന്ന് കണ്ടിട്ട് അവൻ പിശാചി തൊടുത്തു വിടുന്ന ആയുധമാണ് അവൻ നിന്റെ ആത്മീയ മണ്ഡലത്തിലേക്കുള്ള നേരെ വിരൽ ചൂണ്ടക്കം. ഹല്ലേലൂയ. ഭക്തനായ ദാനിയേലിന്റെ നേരെ അത് ചൂണ്ടുകയാ. ഹല്ലേലൂയ. അല്ലയോ ദാനിയേലേ, അവൻ നീ പ്രാർത്ഥിക്കുന്നവനല്ലയോ? അവൻ നിന്റെ പ്രാർത്ഥന ഞങ്ങൾ നിർത്തി തരാ. നീ ആരാധിക്കുന്നവനാണല്ലയോ? നിന്റെ ആരാധന നിർത്തി തരാ. അവൻ വചനം ധ്യാനിക്കുന്നവനാണല്ലയോ? നിന്റെ വചന ധ്യാനത്തെ നിർത്തിത്തരാമെന്ന് അവൻ ശത്രു വെല്ലുവിളിക്കുമ്പോ ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, അതിനകത്ത് അവൻ വീണുപോകാത്ത ഒരു ദാനിയേലുണ്ടെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദാനിയേൽ, അവൻ നീ ആരെയാ സേവിക്കുന്നത്? ആരെയാ പിന്തുടരുന്നത്? അവൻ ജീവനുള്ള ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. അവൻ കല്ലുകൊണ്ട് അവൻ ഉണ്ടാക്കി കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല. അവൻ കല്ലിൽ മൂക്ക് ഉണ്ടായിട്ട് ശ്വസിക്കാത്ത ഒരു ദൈവത്തെ അല്ല. ചെവി ഉണ്ടായിട്ട് കേൾക്കാത്ത ഒരു ദൈവത്തെ അല്ല. സകലത്തെ ഉളവാക്കിയ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ഉളവാക്കിയവന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ ഞാൻ, ആ ശക്തിക്ക് മുമ്പ് നിൽക്കുന്ന ഞാൻ, എന്റെ പ്രാർത്ഥനയെ തടയുവാനോ ഈ ഉലകത്തിൽ ഒരു നിയമത്തിന് കഴിയുകയില്ലെന്ന് ദാനിയേൽ സമർത്ഥമായി ജീവിതത്തിനകത്തൂടെ തെളിയിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുത്തവന്റെ നേരെ വന്ന ഒന്നാണ്. എന്താണെന്ന് അറിയാമോ ദൈവമക്കളെ? അവൻ സിംഹത്തിന്റെ ഗുഹ.
ഹല്ലേലൂയ. അവൻ സിംഹത്തിന്റെ ഗുഹ, ഹല്ലേലൂയ, അവൻ പദ്ധതി ആവിഷ്കരിക്കുക. ഒരു ഭക്തനെ എങ്ങനെ തകർക്കാം, അവൻ ഭക്തനെ എങ്ങനെ ഉടച്ചു കളയുക. ഇന്ന് രാത്രി ഞാൻ ചില കുടുംബങ്ങളോട് പറയട്ടെ, അവൻ നിങ്ങളെ എങ്ങനെ തകർത്തു കളയാമെന്ന്. അവൻ ശത്രു നോക്കി നിൽക്കുമ്പോൾ അതിനകത്ത് താണു വീണ് പോകാതെ വണ്ണം അവൻ കണ്ടെത്തുന്ന ആയുധം എന്താണെന്ന്. നിന്റെ പ്രാർത്ഥനയുടെ മാമ കൊമ്പൊടിച്ചു കളഞ്ഞ, പ്രാർത്ഥനയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞ, അവൻ ഹല്ലേലൂയ നിന്റെ വിശുദ്ധിയുടെ നേരെ അവൻ കത്രിക ചൂണ്ടിക്കളഞ്ഞ എന്നേക്കും നിന്നെ തറവറ്റിക്കാമെന്ന് അവൻ കണ്ടെത്തുന്ന, അവൻ കുറ്റം കണ്ടെത്തുന്ന, വഴി കണ്ടെത്തുന്ന സോഴ്സുകളെ നീ കണ്ടറിഞ്ഞിട്ട് അതിനകത്ത് നീ ആത്മാവിൽ പ്രതികരിച്ചോണം. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട് ദൈവമക്കളെ, അവൻ അതിനകത്ത് നീ കണ്ടെത്തണം. ഇന്ന് രാത്രി നിന്നെ വീഴ്ത്തുന്ന, നിന്റെ ആത്മീയ നിലവാരത്തിൽ നിന്ന് നിന്നെ തള്ളിക്കളയുന്ന ഏത് മേഖലയാണെന്ന് കണ്ടുണർന്നിട്ട് അവൻ കാഴ്ച പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി ഹല്ലേലൂയ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. അവൻ ഹല്ലേലൂയ മറ്റൊരു വഴിയും കാണാത്തത് കൊണ്ട് നിന്നെ തകർക്കത്തക്കവണ്ണം, നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് ഉടച്ചു കളയത്തക്കവണ്ണം, തകർത്തു കളയുവാൻ തക്കവണ്ണം അവൻ ശത്രു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേൽ എഴുന്നേറ്റേ മതിയാവൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന ഒരൊറ്റ കാര്യമാണ്. ദാനിയേലിന്റെ നേരെ കുറ്റം ആരോപിച്ചു. ദാനിയേലെ തകർക്കുവാൻ തക്കവണ്ണം ദാനിയേലിന്റെ നേരെ അവൻ എഴുന്നേറ്റ് വന്നു. പക്ഷെ ഒരു സാധ്യതകളും കാണാത്തത് കൊണ്ട് അവന്റെ ആത്മീയ വിശുദ്ധിക്ക് നേരെ, ആരാധനയ്ക്ക് നേരെ, പ്രാർത്ഥനയ്ക്ക് നേരെ വിരൽ ചൂണ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ മേൽ ഇതുപോലെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാതെ, ആമേ ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാതെ അദൃശ്യ മണ്ഡലങ്ങൾ നമ്മെ വിരൽ ചൂണ്ടി, ആമേ ഹല്ലേലൂയ, നമ്മുടെ ആത്മീയത്തിൽ നിന്ന്, ആമേ നമ്മുടെ കൃപയിൽ നിന്ന്, ആ ദൈവ സ്നേഹത്തിൽ നിന്ന് അവൻ തള്ളിക്കളയത്തക്കവണ്ണമുള്ള അവൻ ഹല്ലേലൂയ പൈശാചികൻ ആധിപത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങണോ. അവൻ സിംഹത്തിന്റെ ഗുഹ എനിക്കേകിയാലോ, അവൻ അതിനകത്ത് വലിച്ചിടുമെന്ന് അവൻ ശത്രു വിളിച്ചു പറഞ്ഞാലും നീ പറയണോ, അവൻ ശത്രുവേ, അവൻ സകലത്തെ കാൽ കീഴെ തന്ന് അധികാരം തന്ന ഒരുവനാണ് എന്റെ കൂടെയുള്ളത്. അവൻ സിംഹത്തിന്മേലും അണലിമേലും ഞാൻ ചവിട്ട്, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ ഞാൻ മെതിച്ചു കളയോ. ഇനി രാത്രി പറ, അവനെ മെതിച്ചു കളയുവോ. അവൻ കാലിന്റെ കീഴ് അധികാരം തന്നിരിക്കുമ്പോ ഞാൻ അവനെ കണ്ട് ഭയപ്പെട്ടു പോകത്തില്ല. അവൻ ഹല്ലേലൂയ അതിനകത്ത് ഞാൻ ജയിക്കും. കാരണം അവൻ ക്രൂശിൽ വെച്ച് ജയോത്സവം കൊണ്ടാടിയ ഒരുവൻ ആയുധ വർഗത്തെ വൈപ്പിച്ച് അവൻ ശത്രുവിന്റെ സകല ബലത്തെയും അവൻ കാൽ കീഴിൽ അവൻ ജയം കൊണ്ടാടിയ ഒരുവൻ എന്റെ കൂടെ ഉണ്ട്. അവൻ ഞാൻ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചെറുതായിട്ടൊന്ന് വന്നാലേ നമ്മളിവിടെ ഭയപ്പെട്ട് ഓടുകയാ. ഹല്ലേലൂയ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകം കൊണ്ട്, ആമേ നമ്മളെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അധികാരം കൊണ്ട് അധികാരത്തോടെ പറയണോ, ആമേ ഹല്ലേലൂയ ഞാൻ ജയിക്കൂ. ആമേ ഹല്ലേലൂയ നമ്മുടെ കാലിൻ കീഴ് അധികാരം തന്നിരിക്കുമ്പോ, ആമേ ഹല്ലേലൂയ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. അധികാരം നിന്റെ കാലിൻ കീഴെ ഇരിക്കുമ്പോൾ എന്നാ ദൈവമക്കളെ നിനക്ക് ഭയപ്പാട്, എന്നാ ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രു അവൻ എന്ത് തന്ത്രം മെനഞ്ഞാലോ, എന്തൊക്കെ എനിക്ക് നിങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചാലോ അതിനകത്ത് അവൻ പതറിപ്പോകരുത്. ഇവിടെ ദാനിയേൽ പതറിപ്പോയില്ല കേട്ടോ. ദാനിയേൽ അവൻ നിയമം വിരോധമായി എഴുതി. അവൻ രാജാവിനോടുകൂടെ അല്ലാതെ മറ്റാരോട് 30 ദിവസം പ്രാർത്ഥിക്കാൻ പാടില്ല. ആ നിയമം എഴുതിയതിനു ശേഷം അവൻ ദാനിയേൽ ആ രേഖ എഴുതി എന്ന് അറിഞ്ഞു. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ രേഖ എഴുതി, അതുകൊണ്ട് ഇനി ആരെയും കാണിക്കണ്ട, പ്രാർത്ഥിക്കണ്ട. എന്നാൽ താൻ സ്ഥിരം ചെയ്തു വരുന്നത് പോലെ ഹല്ലേലൂയ നിയമം എഴുതിയവരെ നോക്കിയില്ല, മുദ്രയിട്ടവനെ നോക്കിയില്ല, സകലത്തിന്റെ മീതെ അധികാരമുള്ള ദൈവത്തെ നോക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്തൊക്കെ വന്നാൽ എന്ന ദൈവമക്കളെ, ആമേ വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇവിടെ ദാനിയേൽ പോയി, രാജാവേ നീ എന്താ ഇത് ചെയ്തതെന്ന് ആമേ ചോദിച്ചില്ല. ആമേ മേദ്യർക്കും പാർസ്യർക്കും ഒരു നിയമം എഴുതിയ നിയമത്തിന് ഭേദഗതി വരുത്താൻ പറ്റത്തില്ല എന്ന് ആമേ ഹല്ലേലൂയ കണ്ടിരുന്നു. ആമേ രാജാവിന്റെ കൂടെ നിർബന്ധപൂർവ്വം ഈ നിയമം എഴുതി വാങ്ങുമ്പോൾ ഞാൻ പറയട്ടെ ദൈവമക്കളെ, അപ്പൊ ശത്രു എത്രത്തോളം അസൂയയോടെ, എത്രത്തോളം ഹല്ലേലൂയ ഹൃദയത്തിനകത്ത്
മത്സരത്തോടെ കപടതയോടുകൂടിയ ഒരു ഭക്തന് നേരെ ആക്രമിച്ചത്. ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. ഭക്തന് നേരെ ആക്രമണം അകത്തളങ്ങളിൽ ഹല്ലേലൂയ ഒരുക്കിക്കൊണ്ട് ആ പദ്ധതികളെ നടപ്പിൽ വരുത്തുവാൻ ആമേ ഹല്ലേലൂയ പദ്ധതി ആവിഷ്കരിച്ച് മുന്നിട്ട് നിൽക്കുമ്പോൾ ആ ഹല്ലേലൂയ നിയമം വന്നു, രേഖ എഴുതപ്പെട്ടു. ആ രേഖയല്ല ആമേ ഭക്തനായ ദാനിയേൽ നോക്കിയത്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ മുമ്പിലിരിക്കുന്ന ഏത് രേഖയോ ആമേ ഏതൊക്കെ റിപ്പോർട്ടാകട്ടെ, അതല്ല നോക്കേണ്ടത്. ആ റിപ്പോർട്ടുകളെ മാറ്റി വച്ചിട്ട് സകലവും ചമച്ചവന്റെ മുഖത്തേക്ക് ഇന്ന് രാത്രി നോക്കിപ്പോണം. ഹല്ലേലൂയ. ആമേ നിയമത്തെ മാറ്റുവാനോ റിപ്പോർട്ടിലെ രേഖകൾ മാറ്റി എഴുതുവാനോ ആമേ അധികാരമുള്ളവരെ നോക്കണം. സ്വത്രം പറ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ആമേ അധികാരമുള്ളവരെ ഞാൻ നോക്കുക. ആമേ മനുഷ്യന്റെ മുഖത്തെ നോക്കല്ല, അത് വ്യർത്ഥമായി തീരും. ആമേ ദൈവമുഖത്തേക്ക് നോക്കിയാൽ ആമേ ഹല്ലേലൂയ വ്യർത്ഥമായി തീരത്തില്ല ദൈവമക്കളെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പറ, ആരുടെയോ മുഖത്ത് ഞാൻ നോക്കത്തില്ല, ഞാൻ ദൈവമുഖത്തേക്ക് നോക്കൂ. ഞാനോ ആമേ ഹല്ലേലൂയ നീതിയിൽ അവന്റെ മുഖത്തെ കാണത്തക്കവണ്ണം, ഞാനോ ഹല്ലേലൂയ നീതിയിൽ അവന്റെ മുഖത്തെ കാണോ, അവന്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകോ. ആമേ നീതിയിൽ നോക്ക്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുമോ? ദൈവം അനുവദിച്ചില്ല എന്ന് ഭക്തനായ ദാനിയേലിന്റെ ദൈവം അവ എന്റെയും നിങ്ങളുടെയും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഭക്തനായ ദാനിയേലിന്റെ ദൈവം ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും ദൈവമാ. ആമേ ഹല്ലേലൂയ. മനുഷ്യരൊക്കെ പറയാ ആമേ ഹല്ലേലൂയ സാധ്യതകൾ അവസാനിച്ചോ, ആമേ ശത്രു നോക്കി ആമേ ഇന്ന് ഇവൻ കുകയ്ക്കകത്ത് വീഴോ, ഇന്ന് സിംഹത്തിന് ഇരയായി തീരോ. ആമേ ഹല്ലേലൂയ അകത്തളങ്ങൾ ആർത്ത് സന്തോഷിക്കുമ്പോ ആമേ ശത്രു എഴുതി വെച്ചിട്ട് നിയമം എഴുതി വെച്ചിട്ട് ആർത്ത് സന്തോഷിക്കുക. ഹല്ലേലൂയ. ആമേ അടുത്ത നിമിഷം ആമേ നിന്റെ വീട്ടിൽ നിലവിളി ഉയരുക, അടുത്ത നിമിഷം നിന്റെ വീട്ടിൽ കണ്ണുനീര് വരുക. ഇത് ശത്രു എഴുതി തിട്ടം വെച്ച് ആമേ ഹല്ലേലൂയ തീർപ്പ് കൽപ്പിച്ച് ഉടമ്പടി വെച്ച് ആമേ അന്തരംഗത്തിനകത്തിരിക്കുമ്പോ ആമേ ഹല്ലേലൂയ ആമേ പ്രാർത്ഥിക്കുന്ന ഭക്തനായവൻ ആ നിയമത്തെ നോക്കിയില്ല, അതൊന്നും നോക്കിയില്ല കേട്ടോ. ആമേ പ്രാർത്ഥിക്കുവാൻ താൻ സ്ഥിരം ചെയ്ത് വരുന്നത് പോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് ആമേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കോ? ആമേ രേഖകളെ നോക്കാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആമേ ഹല്ലേലൂയ സാഹചര്യത്തെ നോക്കാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാ. ആമേ എന്ത് തന്നെ വന്നാലെന്നാ ആമേ മുഖത്ത് നോക്കേണ്ടത് അവിടെ നോക്ക്. ആമേ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരെ നോക്കേണ്ടടുത്ത് നോക്ക്. ആമേ നിയമങ്ങൾ മാറും. ഹല്ലേലൂയ. ശത്രു ആർത്തഘട്ടസിച്ച് ആമേ ഹല്ലേലൂയ ആർത്തട്ടകസിച്ചു കൊണ്ടിരിക്കുക ഭവനത്തിനകത്ത്. ആമേ ഹല്ലേലൂയ അടുത്ത നിമിഷം ഇവൻ എന്നേക്കുമായി തീരോ. ആമേ ഇനി ഇവന്റെ സ്ഥാനം തീർന്നു, ആമേ ഇവിടം കൊണ്ട് അവസാനിച്ചോ. ആമേ ചില കുടുംബങ്ങളൊക്കെ ആത്മാവിൽ രാത്രി പ്രവചിച്ച് പറയുകയാണ്, ആമേ ശത്രു ആമേ ഹല്ലേലൂയ ആമേ കാത്തിരിക്കയാ. ആമേ എപ്പോൾ ഈ സിംഹത്തിന്റെ കുകയ്ക്കകത്ത് ഇവൻ വീഴോ. ആമേ നിയമം എഴുതി രേഖ എഴുതി റിപ്പോർട്ടും എഴുതി കാത്തിരിക്കയാ. ഹല്ലേലൂയ അതിനകത്ത് ആ റിപ്പോർട്ട് അല്ല ചലിക്കാൻ പോകുന്നത്, ദൈവകൃപ ചലിക്കാൻ പോകുകയാ, ദൈവശക്തി ചലിക്കാൻ പോകുകയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്വതന്ത്രം പറയാൻ കഴിയോ? ആമേ ഹല്ലേലൂയ പറ ഇന്ന് രാത്രി. അതരം തുറന്ന് പറഞ്ഞേ, അതരം തുറന്ന് വാ തുറന്ന് പറ. ആമേ ഹല്ലേലൂയ ഈ ചില രേഖകളെ ആമേ നിർമൂലമാക്കിക്കൊണ്ട് ദൈവിക പദ്ധതി അതിനകത്ത് നടപ്പിലാക്കാൻ പോകുന്നു. ഹല്ലേലൂയ. റബന ഹദരഗടഗ ജുനാദകൾ കമനഗടഗസിയ അർഥുൽകമനഗടഗസിയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാർത്ഥമായി പറയണം, കർത്താവേ ആമേ ഞാൻ ഇതല്ല നോക്കുന്നത്, നിന്റെ മുഖമാണ് നോക്കുന്നത്. ആമേ ഇവിടെ നിയമം എഴുതി ആമേ നിയമത്തിന്റെ സാധ്യതകളൊക്കെ സാധ്യത പക്ഷങ്ങളൊക്കെ ദാനിയേൽ അറിഞ്ഞു. ആമേ ഹല്ലേലൂയ സിംഹത്തിന്റെ ഗുഹയല്ല ആമേ തന്റെ തന്റെ മുമ്പിൽ വന്നത്, അതല്ല തന്റെ ഹൃദയത്തിനകത്ത് വന്നത്. അതിനപ്പുറമായി ദൈവത്തെ കാണുവാൻ തുടങ്ങി. ഇന്ന് രാത്രി എത്ര പേർക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയോ, അപ്പാ എന്റെ മുമ്പിലുള്ള സാഹചര്യത്തെ അല്ല ഞാൻ നോക്കുന്നത്, അതിനപ്പുറമായി എന്നെ വിളിച്ചവനെ ഞാൻ മുഖത്തെ നോക്കുന്നു. ആ മുഖം നോക്ക്, ആ മുഖം നോക്കണം. ഇന്ന് രാത്രി ആമേ ശക്തമായ ആത്മാവ് ആ ഭാഗം ആമേ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാ. ആമേ ഇന്ന് നിന്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് ആമേ ഹല്ലേലൂയ മരണം ആമേ നിന്റെ മുമ്പിലാണെന്നുള്ള റിപ്പോർട്ടായിരിക്കും ഒരുപക്ഷെ നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതല്ല നോക്കേണ്ട ദൈവമൈതലേ, അതിനപ്പുറമായി സൗഖ്യദായകനായ യേശുവിന്റെ മുഖത്തെ നോക്ക്. ആമേ ഹല്ലേലൂയ അവനെ തൊടാൻ വേണ്ടി, അവന്റെ കരം എന്നിലൊന്ന് തൊടാൻ വേണ്ടി ആർ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ആമേ ആ വിധികളെ മാറ്റി എഴുതുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം എഴുതുന്ന ആമേ രേഖകളുമായിട്ടാണ് ഇരിക്കുന്നത്. രാത്രി
ആമേ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആ കുടുംബങ്ങളിൽ ചലിക്കുക. ആമേ ഹല്ലേലൂയ. ഇനി മതി എന്നൊക്കെ ചിന്തയോടുകൂടെ അന്ന് രാത്രി വചനദൂത് കേൾക്കുന്നത്. ഈ രേഖ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. ഹല്ലേലൂയ. അടുത്ത നിമിഷം ഞാൻ സിംഹത്തിന്റെ ഗുഹയിൽ വീഴോ. ഹല്ലേലൂയ. പക്ഷേ സിംഹത്തിന്റെ ഗുഹയല്ല പ്രാധാന്യം നൽകിയത്, ആ രേഖയല്ല ദാനിയേൽ പ്രാധാന്യം നൽകിയത്. കർത്താവിന് വേണ്ടി മാറി നിന്നവൻ കർത്താവിനെ പ്രാധാന്യമായി കാണുവാനിടയായി തീർന്നു. കർത്താവിനെ ഒന്നാമനായി കാണുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ആ ഒന്നാമനായി കണ്ടത് കൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ നമുക്കറിയാം രാജാവിനോട് വന്ന് ഉണർത്തിക്കുക. എത്രത്തോളം ഒരു ഭക്തനെ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചൊന്ന് നോക്കിയേ. ഹല്ലേലൂയ. ദാനിയേൽ അത്രത്തോളം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന 3 നേരവും അവൻ പ്രാർത്ഥിക്കുന്നു. അത് ദൈവത്തോടുകൂടെയാണെന്ന്, രാജാവിനോടല്ല എന്ന് അവിടെ നിരീക്ഷിച്ച് കാണിക്കത്തക്കവണ്ണം ഹല്ലേലൂയ വന്നു നിൽക്കുക. എന്നെ നിന്നെ നോക്കുന്ന 1000 കണ്ണുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ നിന്റെ കുറ്റം കണ്ടുപിടിക്കുക, കുറവുകൾ കണ്ടുപിടിക്കുക. 1000 കണ്ണുണ്ട്. 1000 കണ്ണിനകത്ത് 1000 ഹല്ലേലൂയ കണ്ണുകൾ എന്നെ നിന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോ അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവൻ എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരു ഭക്തനെ നിരീക്ഷിക്കുവാൻ, സൂക്ഷ്മമായി നിരീക്ഷിച്ച് കുറ്റം കണ്ടുപിടിക്കുവാൻ സംഗതി കണ്ടെത്തിയപ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കണ്ണ് തന്റെ ഭക്തന്റെ മേലെന്ന് വരുവാനിടയായി തീർന്നു. എന്നെ തൊടുന്നവൻ നിന്നെ തൊടുന്നവൻ കർത്താവിന് കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാ മക്കളെ. അങ്ങനെയാണെങ്കിൽ നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കുമോ? ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കോ? ഇല്ല. അവൻ കടിച്ചു കീറുവാൻ കൊതിച്ചാലോ കടിച്ചു കീറുവാൻ കൊതിക്കുന്ന ബാലസിംഹത്തിന്റെ അകത്ത് അവൻ തള്ളിക്കളയത്തില്ല എന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത് ദൈവവൈതലേ. ഹല്ലേലൂയ. ഈ സൂക്ഷ്മമായി നിരീക്ഷിച്ചു, സൂക്ഷ്മമായി നോക്കി. ഹല്ലേലൂയ. 1000 കണ്ണുകൊണ്ട് വിശദമായി പരിശോധിച്ച് നോക്കിയപ്പോ തന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റമില്ല. അത് കണ്ടതുകൊണ്ട് ഹല്ലേലൂയ ഭക്തന് വിരോധമായി എഴുന്നേറ്റോ. ഭക്തന് വിരോധമായി ഹല്ലേലൂയ ആർത്തട്ടഹസിച്ചുകൊണ്ട് രാജാ കൊട്ടാരത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ ദാനിയേൽ തന്റെ നിയമത്തെ ലംഘിച്ചു. രാജാവ് പറഞ്ഞ നിയമത്തെ ലംഘിച്ചു എന്ന് പറഞ്ഞ് ദാനിയേലിന് വിരോധമായി കുറ്റം ആരോപിച്ച ദാനിയേൽ അവിടെയും കുലുക്കമില്ല. ഹല്ലേലൂയ. ദാനിയേൽ ഹല്ലേലൂയ ആരിൽ ആശ്രയം വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ആദ്യം പ്രാരംഭം പറഞ്ഞു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്ഥിരമാനസൻ, സ്ഥിരതയോടെ നീ ദൈവത്തിൽ ആശ്രയം വച്ചിരുന്നാൽ, ദൈവത്തെ നീ പ്രസാദിപ്പിച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ടാൽ, ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ, വിശുദ്ധിക്ക് വേർപാടിന് ജീവിതത്തിൽ സ്ഥാനം കൊടുത്താൽ, വിശ്വസ്തനായിരുന്നാൽ, നിന്നെ ആ ദൈവത്തോട് മനുഷ്യരോട് നീ വിശ്വസ്തത പുലർത്തുന്നവനാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നീ എത്ര സ്വസ്ഥത കേടുള്ള വിഷയത്തിനകത്ത് നീ പൂർണ്ണ സമാധാനത്തോടെ ഇരിക്കും. ഹല്ലേലൂയ. പൂർണ്ണ സമാധാനത്തോടെ ഇരിക്കുക. അവിടെ ഒരു കുലുക്കം വരത്തില്ലെന്ന്. നീതിമാൻ കുലുങ്ങി പോകുവാൻ അനുവദിക്കാത്ത ഒരു അപ്പനാ എന്റെ കൂടെ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന. ഹല്ലേലൂയ. എത്ര ഭാരം ഏറിയ വന്നാല് ആ ഭാരത്തെ വഹിച്ച് തോളിൽ ചുമപ്പാൻ പ്രാപ്തനായ ഒരു അപ്പനാ എന്റെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. ദാനിയേലിന് നേരെ കുറ്റം ആരോപിച്ചോ. ദാനിയേലിനെ കണ്ട ഒരു സ്വർഗത്തിലെ കണ്ണുണ്ട്. മനുഷ്യന്റെ കണ്ണ് മാത്രമേ ദാനിയേലിനെ കണ്ടുള്ളൂ. അവരുടെ ദൃഷ്ടി ഹല്ലേലൂയ അവർ കണ്ടത് ഒന്നേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ദാനിയേലിനെ കണ്ടുള്ളൂ. പക്ഷേ അല്ല, ദാനിയേൽ ഭക്തനായ നിന്നെ ഒരുവൻ കണ്ടു. ഹല്ലേലൂയ. നീ അകത്തളങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കണ്ടു, വിശ്വസ്തയോടെ നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ട് നിന്നെ തകർത്തു കളയുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ വചന ആഴമായി ഹൃദയത്തിനകത്ത് സ്പർശിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം തീരുമാനത്തോടെ ഇന്ന് രാത്രി പറയാ, ഉറപ്പിച്ച് പരിശുദ്ധാത്മാവ് തന്ന ആലോചനയാണ്. ഉറച്ചു നിൽക്കുന്നവൻ വീര്യം പ്രവർത്തിക്കുവാൻ ഇടയായി തീരുക. ഉറപ്പുണ്ടോ? നീ വീര്യം പ്രവർത്തിക്കുക തന്നെ ചെയ്യുക. ഇവിടെ തകർത്തു കളയുവാൻ ശത്രു പദ്ധതി നെയ്താല് ഉടച്ചു കളയുമെന്ന് ശത്രു ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്നപ്പോൾ ഹല്ലേലൂയ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദാരിയേശ് രാജാവ് രക്ഷിപ്പാൻ സകല സംഗതികളും നോക്കി, ഒന്നും ഫലവത്തായി തീർന്നില്ല. ഹല്ലേലൂയ. ഒന്നും ഹല്ലേലൂയ അനുകൂലമായി വന്നില്ല. വിധി നടപ്പിലാക്കുവാൻ തക്കവണ്ണം വിധി നടപ്പിലാക്കുവാൻ എല്ലാവരും ഉത്സാഹിച്ച് ഒരു ഭക്തനെ ഹല്ലേലൂയ എന്നേക്കുമായി നശിപ്പിച്ചു കളയുവാൻ, ഭക്തനെ എന്നേക്കുമായി നിർമൂലമാക്കുവാൻ തക്കവണ്ണം എല്ലാവരും അണിനിരന്നപ്പോൾ
അണിനിരന്നപ്പോൾ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങുവാനിടയായി തീർന്നു. എവിടെ? ആമേഹല്ല രാജകൊട്ടാരത്തിനകത്തല്ല ഇറങ്ങിയത്. ആമേഹല്ല സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങി. ആമേഹല്ല നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ആമേഹല്ലേലൂയ, നീ ചെല്ലുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൂതൻ ചെല്ലും. ഹല്ലേലൂയ. നാം പോകണ്ടെന്ന്, നാം പോകുന്നതിന് മുമ്പ് ആമേഹല്ലെ, നാം ചിന്തിക്കുന്നതിന് മുമ്പ്, നാം നിരൂപിക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പ് സ്വർഗത്തിന് ഇടപെടൽ സംഭവിക്കുവാൻ ഇടയായി തീരും. നമുക്കറിയാം സിംഹത്തിന്റെ വാക്യകത്ത് അകപ്പെട്ട ഏവരെങ്കിലും പുറത്തു വരോ? ഇല്ല. കടിച്ചു കീറാൻ കൊതിച്ചു നിൽക്കുന്നത്, വിശപ്പടക്കാൻ ഗർജിക്കുന്ന സിംഹം കൊതിയോട് ബുഭിക്ഷയോട് അലറി വരുന്നത് കല്ലിൽ ആ ഒരുവന്റെ കയ്യിലേക്ക് വീണ് കഴിഞ്ഞാൽ എങ്ങനെയാ രക്ഷപ്പെടുവാൻ കഴിയുന്നത്? എന്നെ നിന്നെ നോക്കുന്ന ഒരു കണ്ണുണ്ട്. ആ കണ്ണിന്റെ മുമ്പിൽ തെറ്റി ഒഴിവാൻ കഴിയത്തില്ല. ആ തെറ്റി ഒഴിയാത്ത കണ്ണിന്റെ മുമ്പ് കർത്താവ് ഒരു ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, മനുഷ്യന്റെ കണ്ണ് നിന്നെ നോക്കിയപ്പോൾ തന്നെ എന്റെ കണ്ണ് നിന്നെ കണ്ടു. സിംഹത്തിന്റെ ഗുഹ ഒരുക്കിയപ്പോൾ തന്നെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് നിന്നെ തള്ളുവാൻ പദ്ധതി വയ്ക്കുമ്പോൾ തന്നെ അതിനകത്ത് നിന്നെ സുരക്ഷിതത്തോടെ കാത്ത് പുറത്തെടുക്കാണ്ട ദൗത്യം എന്നിൽ നിക്ഷിപ്തമായിരിക്കുമ്പോ എങ്ങനെയാണ് നിന്നിൽ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ നിന്റെ മേൽ കിടക്കുമ്പോൾ നീ എങ്ങനെയാണ് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് എന്നേക്കുമായി അവസാനിച്ചു പോകുന്നത്? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നിന്നെ കൊണ്ട് ദൈവം ചെയ്തെടുക്കുവാനുള്ള പദ്ധതികൾ, ആലോചനകൾ, ഉദ്ദേശങ്ങൾ നിന്റെ ശിരസിനകത്ത് കിടക്കുമ്പോ എങ്ങനെ നീ സിംഹത്തിന്റെ ഗുഹ കൊണ്ട് അവസാനിക്കോ? ഹല്ലേലൂയ. നിന്നെ കൊണ്ട് വലിയത് ചെയ്യുവാൻ സ്വർഗം നിന്നെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുമ്പോ ശത്രു നിന്നെ തകർത്ത് കളയുമെന്ന്, ഉടച്ചു കളയുമെന്ന്, എന്നേക്കുമായി വലിച്ചു കളയുമെന്ന്, കീറിക്കളയുമെന്ന് ആലോചന കഴിക്കാൻ പറ്റോ? ഇല്ല. അവരുടെ ആലോചന വ്യർത്ഥമാക്കിയിട്ട് നിന്നിൽ കുറിച്ച് ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ പദ്ധതികൾ നിവർത്തിയാകുവാൻ തക്കവണ്ണം സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് നീ കയറിയാലും സിംഹത്തിന്റെ വാ അടച്ചു. എബ്രായർക്ക് ലേഖനം എഴുതി വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പറയുന്നു, സിംഹങ്ങളുടെ വാ അടച്ചു. ഹല്ലേലൂയ. അപ്പൊ സിംഹത്തിന്റെ വായ അടച്ചു. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളും നിന്നെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളും നിവർത്തിയാകേണ്ടതിന് ശത്രു എഴുതിയ പദ്ധതികളെ ആവിഷ്കരിക്കാതെ അതിനകത്ത് ഭേദഗതി വരുത്തിയിട്ട് എന്റെ ദൈവത്തിന്റെ ഹിത നിന്നിൽ സമ്പൂർണമായി നിവർത്തിയാകും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറയാൻ പറ്റും? ഇത് വാ തുറന്ന് പറ, കർത്താവേ, എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ശത്രുവിന്റെ പദ്ധതി അല്ല. ശത്രു എത്ര സിംഹത്തിന്റെ ഗുഹ ഒരുക്കിയാലോ ആ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇട്ടാലോ ഞാൻ അത്ഭുതകരമായി പുറത്തു വരും. അതിന്റെ വാടക്കത്തക്കവണ്ണം ഇനി ഒരിക്കലും ചലിക്കാതെ വണ്ണം, ഇനി ഒരിക്കലും എഴുന്നേൽക്കാതെ വണ്ണം ശത്രു നോക്കി നിന്നോ എന്നേക്കുമായി തകർന്നുടഞ്ഞു പോകും. ഇല്ല ശത്രുവേ, നിന്റെ ആഗ്രഹം നിന്നിൽ നിവർത്തിയാകത്തില്ല. എന്റെ ദൈവത്തിന്റെ ആഗ്രഹം എന്റെ ഭക്തന്റെ മേൽ കിടക്കുമ്പോൾ നിന്റെ ആഗ്രഹം എങ്ങനെയാ നിവർത്തിയാകുന്നത്? ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവത്തിന്റെ ആഗ്രഹം നിന്നിൽ കിടക്കുമ്പോൾ ശത്രുവിന്റെ ആഗ്രഹം നിന്നിൽ എങ്ങനെ നിവർത്തിയാകും? ഇന്ന് രാത്രി പറ, ദൈവത്തിന്റെ ആഗ്രഹം എന്നിൽ സമ്പൂർണമാകാൻ ഞാൻ വിധേയപ്പെട്ടു കൊടുക്കുമ്പോ ഒരിക്കലും ശത്രുവിന്റെ ആഗ്രഹം എന്നിൽ നിവർത്തിയാകത്തില്ല. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ പറയോ, യെസ്, എന്റെ ദൈവത്തിന്റെ ആഗ്രഹം എന്നിൽ നിവർത്തിയായി വെളിപ്പെടാൻ തന്നെ ചെയ്യും. ആ സിംഹത്തിന്റെ ഗുഹ നിയമം വിരോധമായി എഴുതിയ നിയമത്തെ രാജാവിന് സ്വസ്ഥത കൊടുത്തില്ല. അതിരാവിലെ രാജാവ് വന്ന് വിളിച്ചോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പുത്രനെ, ദൈവത്തിന്റെ മകനെ എന്ന് വിളിച്ചിട്ട് നിന്റെ ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? വിടുവിപ്പാൻ പ്രാപ്തനായി. യെസ്, എന്റെ ദൈവം വിടുവിപ്പാൻ പ്രാപ്തനാ. കാരണം എന്നെ കുറിച്ചുള്ള ദൈവിക ദൗത്യം അവസാനിക്കാത്തത് കൊണ്ട്, എന്നിൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാത്തത് കൊണ്ട് എന്നെ കുറിച്ച് ദൈവം വലിയൊരു ശുശ്രൂഷ എന്നെ കുറിച്ച് കണ്ടിരിക്കുമ്പോ എങ്ങനെ സിംഹം എന്നെ പിടിച്ച് അടയ്ക്കുവാൻ കഴിയോ? സിംഹം എന്നെ ഒരിക്കലും പിടിച്ചടക്കത്തില്ല. ഇന്ന് രാത്രി പറ, ഹല്ലേലൂയ, ഒന്നും എന്നെ പിടിച്ചടക്കത്തില്ല. എന്നെ കുറിച്ചുള്ള ദൈവിക നിയോഗങ്ങൾ പൂർത്തി വരും. ശത്രു എത്ര അസൂയോടെ എഴുന്നേറ്റാലും എന്റെ ആത്മീയ ജീവിതത്തെ തകർത്തുടയ്ക്കുമെന്ന് പറഞ്ഞാലും എന്നേക്കും നിന്റെ ഗുഹയ്ക്കകത്ത് പൂട്ടിക്കളയുമെന്ന്, ഈ ഗുഹ ഒരിക്കലും നിനക്ക് പുറത്തു വരത്തില്ലെന്ന് വിധി എഴുതിയാലും വിധിക്കപ്പുറം ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം എനിക്കും എന്റെ കുടുംബത്തിനോ എന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരും.
ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞോ, ആമേ കല്ലിൽ സിംഹത്തിന്റെ ഗുഹയെ ആമേ കല്ലിലെ ഗുഹയ്ക്കകത്ത് ഇറങ്ങി വന്ന് ശത്രുവിന്റെ ആമേ കുവിക്ഷയോടെ കീറിക്കളയുക, കുവിക്ഷയോടെ തകർത്തു കളയുക. ആമേ കല്ല് എഴുന്നേറ്റ് അതിന്റെ വായ അടച്ചു കളഞ്ഞു. ചില കുടുംബത്തിനകത്ത് ആമേ കല്ല് വാ തുറന്നു നിൽക്കുന്ന ചില സിംഹങ്ങളെ ആമേ ഹല്ലേലൂയ കീറിക്കളയത്തക്കവണ്ണം, പറിച്ചു കളയത്തക്കവണ്ണം ആമേ ഹല്ലേലൂയ വാ തുറന്ന് ആമേ നിന്നെ നിന്ദിക്കുന്ന ആമേ കല ഉടച്ചു കളയുന്ന മേഖല ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. ഹല്ലേലൂയ. റബന ഹടഗജന ദുരാദികൾക്കരാദിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ആമേ കല മുവിക്ഷയോടെ നിന്നെ കീറിക്കളയ, ആമേ ഹല്ലേലൂയ നിന്നെ വിഴുകിക്കളയുക. ആമേ കാത്തു കൊതിയോടെ നിൽക്കുന്ന ആമേ ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി തകർന്നു മാറിയിട്ട് ആമേ പറ, ആമേ ദൈവത്തിന്റെ പദ്ധതി എന്നിൽ നിവർത്തിയാകോ. ഇനി സിംഹത്തിന്റെ കാലം അഴിഞ്ഞുപോയി. ഇനി സിംഹം എത്ര ഗർജിച്ചാല് ആമേ ഹല്ലേലൂയ ഗർജിക്കുവാൻ പോലും കഴിയാതെ വണ്ണം വായ അടച്ചു കളഞ്ഞു. ആമേ വാ അടച്ചു കളഞ്ഞു, വാ അടച്ചു കളഞ്ഞു എന്നേ. അത്ര പേർ സ്വത്രം പറയോ? അടച്ചു. തമ്പുരാൻ അടച്ചത്, മനുഷ്യരല്ല അടച്ചത്. അവന്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ ദൂതൻ ഇന്ന് ചില കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ദൈവ പ്രവൃത്തി ആമേ ഹല്ലേലൂയ വരും ദിനങ്ങൾ കാണത്തക്കവണ്ണം ആത്മാവിൽ ഇന്നൊരു രാത്രി ദൂത് ഞാൻ കൈമാറി പറയുകയോ, ആമേ ചില സിംഹങ്ങളുടെ വായ അടച്ചിട്ടുണ്ട്. ഇനി അത് എഴുന്നേൽക്കാതെ വണ്ണോ, നിനക്ക് വിരോധമായി ചലിക്കാതെ വണ്ണോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓ കൃപ 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 വർദ്ധിച്ച് ഹല്ലേലൂയ ഗർജിച്ചുകൊണ്ട് ഇന്ന് വരെ നിന്നോട് എഴുന്നേറ്റ് നിന്നത്, പോരാടിക്കൊണ്ട് നിന്നത് പറ ഇന്ന് രാത്രി അധികാരത്തോടെ പറ, നീ എന്റെ കാലിന് കീഴില. ആമേ സിംഹത്തെ അണലിമേൽ ഞാൻ ചവിട്ടോ, സിംഹത്തെയും പെരുമ്പാമ്പിനെ ഞാൻ മെതിച്ചു കളയോ. മെതിക്കുവാൻ അധികാരം ഇരിക്കുമ്പോ ആമേ അടച്ചു കളയുവാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ ദൂതൻ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ഇവയൊന്നും ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. എന്റെ മക്കൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. സമയം മുന്നോട്ട് വേഗത്തിൽ ഓടുകയാ. ആമേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൈവ മക്കളോട് ആമേ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. അസാധാരണമായ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്ന്, നീ ദാനിയേലിനെ പോലെ ദൈവം മുമ്പാകെ വിശ്വസ്തനായി നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. സിംഹത്തിന്റെ വായ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഇവിടെ ഞാൻ കൊണ്ട് എന്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുവാൻ ആഗ്രഹിക്കുക. ഒരു ഘട്ടം ആമേ ഹല്ലേലൂയ ഭക്തന് വിരോധമായി എഴുതിച്ചു. ആ ഭക്തൻ അവിടെ നിന്ന് അത്ഭുതകരമായി പുറത്തു വരുവാനിടയെത്തുന്നു. അത്ഭുതകരമായി പുറത്തു വന്നതിന് അനന്തരം അവരെ തന്നെ ആ ഒരു ഗുഹയ്ക്കകത്ത് തള്ളിയപ്പോൾ അവരെ തകർത്തു കളഞ്ഞു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ അവർ എഴുന്നേറ്റില്ല. എത്ര പേർക്ക് ഇത് രാത്രി പറയാൻ കഴിയോ? യെസ്. ഭക്തന് വിരോധമായി ഒരുവനെ ദൈവം എഴുന്നേൽക്കുവാൻ അനുവദിക്കത്തില്ല. ആമേ ഹല്ലേലൂയ. ആമെ കൊണ്ടിടാൻ പറ്റുമോ? പക്ഷെ അതേപോലെ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ഒന്നുമില്ലാതെ ആ കുടുംബം ഒന്നടങ്കം ഒരു വ്യക്തികളെ പോലും ബാക്കി വയ്ക്കാതെ സിംഹം തകർത്തു കളഞ്ഞു എന്ന് വചനം എന്നെയും നിങ്ങളെയും പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ഓടണ്ട. നിങ്ങൾ എവിടെ ഇരിക്കണം? മുട്ടുമടക്കേണ്ടടുത്ത് അടങ്ങിക്കോ, പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിച്ചോ. അവിടെ പോയി പ്രതികാരം എന്തിനാ നിയമം എഴുതിയത്, എന്തിനാ രേഖ എഴുതിയതെന്ന് ചോദിക്കാൻ നിൽക്കരുത് ദൈവമക്കളെ. എന്തിന് എനിക്ക് വേണ്ടി ഇത് എഴുന്നേറ്റ് നിന്നു എന്ന് ചോദിക്കാൻ നിൽക്കരുത്. രേഖ നീ എഴുതിയത് അറിഞ്ഞു എങ്കിൽ നിശബ്ദമായി ഇരുന്ന് മുട്ടുമടക്കേണ്ടവന്റെ സന്നിധിയിൽ മുട്ടടക്ക്, പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുക. സ്വർഗം കല്ലിൽ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുക. നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളേ. മിണ്ടാതിരിക്കേണ്ടത് മിണ്ടാതിരിക്കെ. ദാനിയേലിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആ ദാനിയേലിന്റെ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഇന്ന് രാത്രി അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ, അടയാളങ്ങളെ പ്രവർത്തിക്കട്ടെ. വിശ്വസ്തയോടെ, നേരോടുകൂടെ, ഉത്കൃഷ്ട മാനസത്തോടെ, ശ്രേഷ്ഠനായി വിശിഷ്ടനായി വിളങ്ങത്തക്കവണ്ണം ദാനിയേലിനെ കുറിച്ച് പറയുന്നു. കോരേശിന്റെ കാലത്ത്, ദാരിയവേശിന്റെ കാലത്ത്, ഭരണകാലത്ത് അവൻ സുഖമായിരുന്നു. ഒരാൾക്കും പിടിച്ചു കെട്ടുവാൻ കഴിയാതെ ശുഭതയോടിരുന്നു. നീ ദൈവത്തെ അന്വേഷിക്കുന്നവനാണെങ്കിൽ, നേരോടെ നിൽക്കുന്നവനാണെങ്കിൽ നീ ശുഭതയോടെ ജീവിക്കുവാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.